സ്മരണയോടുകൂടി ശ്രീമദ് ഭഗവത്ഗീത അറുപതാമത്തെ ശ്ലോകം. ഇവിടെ ചർച്ച ചെയ്തത് സ്ഥിതപ്രജ്ഞന്റെ ഭാവത്തെക്കുറിച്ചാണ്. പ്രജ്ഞയ്ക്ക് സ്ഥിതി നിഷ്ഠ, അത് ആർജിക്കുന്ന ഒരുവനും ആന്തരികമായി രാഗം അവശേഷിക്കാം. ബാഹ്യമായി വിഷയതൃഷ്ണ ഇല്ലെങ്കിലും മനസ്സ് വിഷയോന്മുഖം ആകുന്നില്ലെങ്കിലും ആന്തരികമായി രാഗം നിലനിൽക്കാം. അത് പരം ദൃഷ്ട്വാ നിവർത്തതേ, ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ മാത്രമേ ആ രാഗം നശിക്കത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വളരെ ജാഗ്രതയോടുകൂടിയിരിക്കണം. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. യതതോഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. സമ്യക് ദർശന ലക്ഷണ പ്രജ്ഞാസ്ഥൈര്യം ചികിത്സത ആദോ ഇന്ദ്രിയാണി സ്വവശേ സ്ഥാപയിതവ്യാനി യസ്മാത് തത് അനവസ്ഥാപനേ ദോഷം ആഹ. സമ്യക് ദർശന ലക്ഷണ പ്രജ്ഞാസ്ഥൈര്യം ചികിത്സത. സമ്യക് ദർശന ലക്ഷണം, സമ്യക് ദർശനമാകുന്ന, സമ്യക് ദർശനമാണ് അതിന്റെ സ്വരൂപം, സ്വഭാവം. അതാണ് പ്രജ്ഞാസ്ഥൈര്യം എന്ന് പറയുന്നത്. പ്രജ്ഞാസ്ഥൈര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ പ്രജ്ഞാസ്ഥൈര്യം ചികിത്സത, അതിനെ ആഗ്രഹിക്കുന്നവൻ ആദോ ഇന്ദ്രിയാണി സ്വവശേ സ്ഥാപയിതവ്യാനി, അയാൾ പ്രഥമമായി ചെയ്യേണ്ടത് ഇന്ദ്രിയങ്ങളെ സ്വാധീനമാക്കുക. യസ്മാത് തത് അനവസ്ഥാപനേ ദോഷമഹ. അങ്ങനെ ചെയ്യാതിരുന്നാലോ, ഇന്ദ്രിയങ്ങൾ സ്വാധീനമായില്ല എന്നുണ്ടെങ്കിൽ
അതിനുള്ള ദോഷത്തെയാണ് അടുത്ത് പറയുന്നത്. യതതഃ പ്രയത്നം കുർവതഃ അപി യസ്മാത് കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ മേധാവിനഃ അപി ഇതി വ്യവഹിതേന സംബന്ധഃ. യതതഃ എന്നുവെച്ചാൽ യതി യത്നിക്കുന്നവൻ പ്രയത്നം കുർവതഃ ഒരു യതി സന്യാസി അയാൾ ഈ പറയുന്ന പ്രജ്ഞാസ്ഥൈര്യത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണ്. അങ്ങനെ പ്രയത്നിക്കുന്നവനാണെങ്കിലും കൗന്ദേയ അങ്ങനെ പ്രയത്നിക്കുന്നവനോ സാധാരണക്കാരനല്ല. പുരുഷസ്യ വിപശ്ചിതഃ മേധാവിനഃ മേധാവി പ്രജ്ഞ ഉള്ളവനാണ്, വിവേകമുള്ളവനാണ്. വിപശ്ചിത് അപ്പോ വിവേകമുള്ളവൻ പരിശ്രമിക്കുന്നുണ്ട്. അതാണ് വിപശ്ചിതഃ അപി യതതഃ ഇത് വ്യവഹിതേന സംബന്ധഃ. അങ്ങനെ അന്വയിക്കണമെന്നാണ്. വിപശ്ചിതഃ പുരുഷസ്യ അപി യതതഃ. വിദ്വാനാണ്, പരിശ്രമിക്കുന്നവനാണ്, പുരുഷനാണ്, എല്ലാ യോഗ്യതകളും തികഞ്ഞവനാണ്, സാധന ചതുഷ്ടയ സമ്പന്നനാണ്. അങ്ങനെയുള്ള യോഗ്യതകളെല്ലാം തികഞ്ഞവനാണെങ്കിലും ഇന്ദ്രിയാണി പ്രമാധീനി പ്രമഥനശീലാനി, ഇന്ദ്രിയങ്ങൾ പ്രമാധീനി, അതതിന്റെ സ്വഭാവമാണ്. ഇന്ദ്രിയം ഉള്ളിടത്തോളം കാലം ഇന്ദ്രിയം പ്രമഥനശീലാനി, പ്രമഥന സ്വഭാവമുള്ളതാണ്. ഇന്ദ്രിയങ്ങളുടെ പ്രമഥനം എന്താണ്? വിഷയ അഭിമുഖം ഹി പുരുഷം വിക്ഷോഭയന്തി. വിഷയ അഭിമുഖമായി പുരുഷനെ ക്ഷോഭിപ്പിക്കുന്നു. എന്നുവെച്ചാൽ മനസ്സിൽ വികല്പങ്ങളെ ഉണ്ടാക്കുന്നു. ആകുലീകുർവന്തി, ബലമായി അങ്ങോട്ട് ആകർഷിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം ആകർഷണം ആണ്. അത് ആകർഷിക്കുന്ന സ്വഭാവത്തോടുകൂടിയതാണ്. ഇന്ദ്രിയങ്ങൾ പൂർവ്വസംസ്കാരത്തിന്റെ സഹായത്തോടുകൂടി ഇന്ദ്രിയങ്ങൾ ബലാൽ അങ്ങോട്ട് പോകാൻ തയ്യാറാകുകയും ചെയ്യുന്നു. ഇത് രണ്ടും സംഭവിക്കുന്നു. ഒരു ഭാഗത്ത് നിന്ന് വിഷയങ്ങളുടെ ആകർഷണം, മറുഭാഗത്ത് ഇന്ദ്രിയങ്ങൾ ബലാത്കാരമായി അങ്ങോട്ട് പോകുന്നു. ബലാത്കാരമായി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന മേധാവിയായ പുരുഷന്റെ ആ പ്രജ്ഞയെ ഹനിച്ചുകൊണ്ട്, വിവേകത്തെ നിഷേധിച്ചുകൊണ്ട് ബലാത്കാരമായി വിഷയങ്ങളുടെ നേരെ പോകും. എന്നുവെച്ചത് പരസ്പരം ആകർഷിക്കുന്നു എന്നർത്ഥം. അങ്ങനെ പോയി കഴിഞ്ഞാലോ ഇന്ദ്രിയങ്ങൾ പോയാൽ മനസ്സ് അതിന്റെ പിറകെ പോകുന്നു. ആകുലോ കൃത്യത ഹരന്തി മനസ്സിനെ അപഹരിക്കുന്നു. അതിന്റെ മനസ്സിൽ നിന്ന് വിവേകത്തെ നഷ്ടപ്പെടുത്തി അതിന് പകരം അവിടെ വിഷയചിന്തയെ കൊണ്ടുവരുന്നു. അതും എങ്ങനെ? പ്രസഭം പ്രസഹ്യ, ബലാത്കാരമായിട്ട്, ബലാത്കാരമായി കൊണ്ടുപോകുന്നു എന്നർത്ഥം. അതും എങ്ങനെയുള്ള മനസ്സിനെ? പ്രകാശമേവ പശ്യതോ വിവേക വിജ്ഞാനയുക്തം മനഃ. കാരണം നമ്മൾ മുമ്പ് പല സന്ദർഭങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ളത്. പ്രകാശമേവ പശ്യത, പ്രകാശത്തെ മാത്രം കാണുന്ന മനസ്സ്, ആത്മബോധത്തോടുകൂടിയിരിക്കുന്ന മനസ്സ്. അതാണ് പറയുന്നത് വിവേക വിജ്ഞാനയുക്തം മനഃ. വിവേക വിജ്ഞാനത്തോടുകൂടിയിരിക്കുന്ന മനസ്സ്, ആത്മപ്രകാശത്തിലിരിക്കുന്ന മനസ്സ്, വിഷയത്തിൽ നിന്നും പൂർണ്ണമായി പിൻവാങ്ങി വിഷയചിന്തയില്ലാതിരിക്കുന്ന മനസ്സ്, സാത്വികമായ ശുദ്ധമായിരിക്കുന്ന മനസ്സ്. അങ്ങനെയിരിക്കുന്ന മനസ്സ്, വിവേകിയുടെ മനസ്സിനെ പോലും ഇന്ദ്രിയങ്ങൾ ബലാത്കാരമായി വിഷയങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുപോകും. അതാണ് ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം. അപ്പം മനസ്സിന്റെ സമത്വം അവിടെ നഷ്ടപ്പെടും. അധപതനം
വിവേകിക്ക് സംഭവിക്കും. അപ്പോൾ പിന്നെ സാധാരണ മനുഷ്യന് അധപതനം സംഭവിക്കുന്നതിന് അതിശയിക്കാനില്ല. അപ്പോൾ എത്രയെല്ലാം സാധനയെ അനുഷ്ഠിച്ച് ഒരാൾ പുരോഗമിച്ചാലും ഏത് സന്ദർഭത്തിലും അവിടെ മനസ്സിന് അപകട സാധ്യതയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സ്ഥിതപ്രജ്ഞന് പോലും അത് സംഭവിക്കാം എന്ന് പറയുമ്പോൾ ഇത് സാധകൻ നേരത്തെ പറഞ്ഞു, സാധകന് വേണ്ടിയാണ് ഈ പറയുന്നതെല്ലാം. വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്, നിസ്സാരമല്ല. മനസ്സിന് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ഒരവസ്ഥയിലും മനസ്സിനെ വിശ്വസിക്കാൻ പാടില്ല. അത് വിവേകമുള്ള മനസ്സിനെ പോലും വിശ്വസിക്കാൻ പാടില്ല. കാരണം അവിടെയും ദുർവാസനകൾ ഇരിക്കാം. ആ ദുർവാസന ഒരുവനെ അധപ്പതിപ്പിക്കാം. അതുകൊണ്ട് വളരെ കരുതലോടുകൂടിയിരിക്കണം. അതിന്റെ മുഖ്യമായ കരുതൽ എന്ന് പറയുന്നത് സാഹചര്യങ്ങളാണ്. പ്രതികൂലമായ വിപരീതമായ സാഹചര്യങ്ങളിലേക്ക് മനസ്സിനെ ഒരിക്കലും വിട്ടുകൊടുക്കാതിരിക്കുക. അങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ മനസ്സിനെ പരീക്ഷിക്കാൻ ഒരുമ്പെട്ടാൽ അത് വിജയിക്കത്തില്ല. അങ്ങനെ പരീക്ഷിച്ചിട്ടുള്ള ആരും വിജയിച്ചിട്ടുള്ളതായിട്ടൊരു ചരിത്രമില്ല. അതുകൊണ്ടത് പാടില്ല എന്നാണ്. ആരെങ്കിലും സ്വയം കരുതുന്നു ഞാൻ മനോനിഗ്രഹം സാധിച്ചു കഴിഞ്ഞു, എന്റെ മനസ്സിനി ഒരിളക്കവും സംഭവിക്കത്തില്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവിടെ അയാൾ നശിച്ചു കഴിഞ്ഞു. കാരണം അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും അയാളുടെ ജാഗ്രത നഷ്ടപ്പെടും, ശ്രദ്ധാലുവല്ലാതായി തീരും, അയാളുടെ മനസ്സ് പിടിവിട്ടു പോകും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സ്വയം കരുതാൻ പാടില്ല. വിവേകിയാണെങ്കിൽ കൂടിയും എന്റെ മനസ്സ് നിയന്ത്രണ വിധേയമാണ്, ഇനി അതിനൊന്നും സംഭവിക്കില്ല എന്ന് വിവേകമുള്ള പറയുന്നു. പ്രകാശമേവ പശ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശമേവ, ഏവ എന്ന് വെച്ചാൽ മറ്റൊന്നും കാണുന്നില്ല, മനസ്സിൽ വിഷയചിന്തയേ ഇല്ല, ആത്മപ്രകാശം മാത്രം. നിരന്തരം ആത്മബോധത്തിൽ തന്നെ ഇരിക്കുന്നവൻ അവന്റെ മനസ്സിനെ കൂടി ബലമായിട്ട് കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ ആരും ഇതിനൊന്നും അതീതരല്ല എന്നുള്ളതാണ്. ഒരിക്കലും ആരും ഇതിനൊന്നും അതീതരാണെന്ന് സ്വയം ഭാവിക്കാതിരിക്കുക. ആത്മാവ് ഇതിനെല്ലാം അതീതമാണ്, അതെപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ മനസ്സൊരിക്കലും ഇതിനൊന്നും അതീതമല്ല. ഇപ്പോൾ ഇതിനൊക്കെ അതീതമാണെന്ന് എപ്പോഴും പറയുന്നത്, ശാസ്ത്രങ്ങളിൽ പറയുന്നത് മനസ്സിനെ കുറിച്ചല്ല, ആത്മാവിനെ കുറിച്ചാണ്. അതും മനസ്സിലാക്കണം. പല ഭാഗങ്ങളിലും പറയും ഇതിനെല്ലാം അതീതമാണ്. ആ പറയുന്നതെല്ലാം ആത്മാവിനെ കുറിച്ചാണ്. മനസ്സങ്ങനെ പോയാലും പോയില്ലെങ്കിലും ആത്മാവ് ഇതിനെല്ലാം അതീതമാണ്. പക്ഷെ മനസ്സിനൊരിക്കലും ഇതിനൊന്നും അതീതമാകാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പറയുന്നത് ശരീരത്തോടുകൂടിയിരിക്കുമ്പോൾ, മനസ്സിനോടുകൂടിയിരിക്കുമ്പോൾ ആർക്കും അപ്രമാദത്വം അവകാശപ്പെടാൻ പറ്റത്തില്ല. ആർക്കും അതീതത്വം ആർക്കും അവകാശപ്പെടാൻ ഒരിക്കലും സാധ്യമല്ല. അതിവിടെ തെളിച്ചു പറയുകയാണ്. പ്രകാശമേവ പശ്യത. ആ ബോധത്തിൽ തന്നെ ഇരുന്നാലും ശരി, മനസ്സ് കൊണ്ടുപോകാൻ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയുണ്ട്. അപ്പോൾ അവിടെ അതിന് അഭ്യാസം ആവശ്യമാണ് എന്ന് ഇവിടെ സാധകനെ ബോധിപ്പിക്കുകയാണ്. അടുത്ത ശ്ലോകത്തിൽ നോക്കുക. കൗന്ദേയ, അല്ലയോ അർജുന, യതഥാ പുരുഷസ്യ, യതിയായ പുരുഷന്റെ വിപശ്ചിത അപി, ആത്മബോധത്തോടുകൂടി ഇരിക്കുന്നവനാണെങ്കിലും പ്രമാധീനി ഇന്ദ്രിയാണി, മനസ്സിനെ
ചലിപ്പിക്കുന്നതായ ഇന്ദ്രിയങ്ങൾ മനഃ മനസ്സിനെ പ്രസഭം ഹരന്തി ബലാത്കാരമായി വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മനഃ. യതഃ തസ്മാത് അതുകൊണ്ട് എന്ത് ചെയ്യണം? അതാണ് അടുത്ത് പറയുന്നത്. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ പശ്യേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. താനി സർവാണി സംയമ്യ സംയമനം വശീകരണം കൃത്വ അതുകൊണ്ട് താനി സർവാണി സംയമ്യ ആ ഇന്ദ്രിയങ്ങളെല്ലാം സംയമിപ്പിച്ച് അതാണ് യമി എന്ന് പറയുന്നത്. സംയമനം ചെയ്യുന്നവൻ വശീകരണം കൃത്വ സ്വാധീനമാക്കി ഇന്ദ്രിയങ്ങളെ ഒരിക്കലും അവയുടെ ഇഷ്ടത്തിന് വിടാതെ യുക്തഃ സമാഹിതഃ സൻ സമാഹിതനായി വിക്ഷേപം കൂടാത്തവനായി അതായത് മനസ്സിനെ ഇവിടെ വിക്ഷേപം എന്ന് പറയുന്നത് എന്താണ്? മനസ്സിനെ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന മാനസിക സങ്കല്പങ്ങൾ അതില്ലാത്തവനായി മനോരഥങ്ങൾ അതില്ലാത്തവനായി സമാഹിതനായി ആസീത സ്ഥിതി ചെയ്യൂ. എങ്ങനെ? മത്പരഃ മത്പരനായി സ്ഥിതി ചെയ്യുക, ഈശ്വരപരായണനായി സ്ഥിതി ചെയ്യുക. അപ്പൊ ഈശ്വരപരായണനായി സ്ഥിതി ചെയ്യുന്നവനെ തന്നെ അതാണ് നേരത്തെ പറഞ്ഞത്. മനസ്സ് അവന്റെ മനസ്സിനെ തന്നെ ഇന്ദ്രിയങ്ങൾ അപഹരിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനുള്ള പരിഹാരം എന്താണ്? അങ്ങനെ ഇരിക്കുന്നവനെ തന്നെ ഇന്ദ്രിയങ്ങൾ വഴിതെറ്റിക്കുമെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? പറയുന്നു അതിന് ഇതിനെ എങ്ങനെ സാധിക്കും? വിവേകിക്കും ഇന്ദ്രിയ നിഗ്രഹം സാധ്യമല്ല, സാധകന് സാധ്യമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് അസംഭവമായി പോകും. അത് പറയുന്നു അങ്ങനെയല്ല. മത്പരഃ അഹം വാസുദേവ സർവപ്രത്യേകാത്മാ പരോ യസ്യ സമത്പരഃ നാന്യോഹം തസ്മാതിരി ആസീത ഇത്യർത്ഥഃ. കാരണം ഇത് പറഞ്ഞല്ലോ, മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം അതിന്റെ സ്വഭാവമനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് പ്രവർത്തിക്കാത്ത ഒരു സ്ഥലമേ ഉള്ളൂ, ആത്മാവിൽ. അതിനെക്കുറിച്ചാണ് അതീതൻ എന്ന് പറയുന്നത്. അത് അതീതനായിരിക്കുന്നു. ആത്മാവിൽ ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ സ്ഥിതപ്രജ്ഞ എന്ത് ചെയ്യുന്നു? അഹം വാസുദേവ സർവപ്രത്യേകാത്മാ പരഃ യസ്യ സ മത്പരഃ മത്പരനായിരിക്കുന്നു. അഹം ഞാൻ എന്ന് പറയുന്നു. അഹം പരനായിരിക്കുന്നവൻ, അതാണ് മത്പരൻ എന്ന് പറയുന്നത്. ഞാൻ തന്നെ പരമാശ്രയമായിരിക്കുന്നവൻ. ഞാനെന്നിവിടെ പറയുന്നത് ഭഗവാൻ തന്നെ, ഉപദേശിക്കുന്ന ആൾ തന്നെ പറയുന്നു. എന്നെ തന്നെ നീ പരമമായി ആശ്രയിക്കുക, അതും അന്യനായി ആശ്രയിക്കരുത്. അന്യനായി ആശ്രയിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല. എന്തുകൊണ്ട്? ഭഗവാൻ അതീതനായിരിക്കുന്നതുകൊണ്ട്
സാധകന് പ്രയോജനം ചെയ്യുന്നില്ല. മറിച്ച് സാധകൻ അതീതനാകണം. അതുകൊണ്ട് പറയുന്നു അഹം വാസുദേവ സർവപ്രത്യേകാത്മാ. വാസുദേവനായിരിക്കുന്ന ഞാൻ തന്നെയാണ് സർവരുടെയും പ്രത്യേകാത്മാവായിരിക്കുന്നത്. അപ്പം നിന്റെ ഉള്ളിലും നിന്റെ പ്രത്യേകാത്മാവായും ഇരിക്കുന്നത് ഞാൻ തന്നെ. തന്റെ ഉള്ളിലിരിക്കുന്നതും പരമാത്മാവ് വാസുദേവൻ തന്നെയാണ്, സർവപ്രത്യേകാത്മാവ്. അത് എന്നെ ആശ്രയിക്കുക. അപ്പം നിന്റെ ഉള്ളിലിരിക്കുന്ന എന്നെ ആശ്രയിക്കുക എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. യസ്യസ മത്പരഃ ന അന്യോഹം തസ്മാത്. ഞാൻ അവനിൽ നിന്നും അന്യനല്ല. ഇതിനെല്ലാം അതീതനായിരിക്കുന്ന പരമാത്മാവിൽ നിന്നും ഞാൻ അന്യനല്ല. അപ്പൊ പരമാത്മാ സ്വരൂപത്തിൽ എന്നിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല. ഇതി ആസീത എന്നുള്ള ബോധത്തിൽ സ്ഥിരനായിരിക്കുക ഇത്യർത്ഥം. അതാണ് ഇത് ചെയ്യേണ്ടത് എന്നാണ്. ഈശ്വരനിൽ നിന്നും അന്യഭാവം ഒരിക്കലും വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ ഈശ്വരീയ ഭാവത്തിൽ മാത്രമേ ഇതിനെ പൂർണ്ണമായും അതിജീവിക്കാൻ കഴിയൂ. ജീവഭാവത്തിൽ ഒരിക്കലും സാധ്യമല്ല. ജീവഭാവത്തിലിരുന്നു കൊണ്ട് അന്യനായ ഈശ്വരനെ ഭജിക്കുന്നിടത്തോളം കാലം ഈശ്വരൻ ഇതിനെല്ലാം അതീതനാണ്. ആ ജീവൻ എപ്പോഴും ഇതിനെല്ലാം അധീനമായി ഇരിക്കും. എന്തുകൊണ്ട്? താൻ ഭജിക്കുന്ന ഈശ്വരനെ ജീവഭാവത്തിലിരുന്നു കൊണ്ടാണ്. ഈശ്വരൻ ഇതിനെല്ലാം അതീതനാണ് എന്നറിയുന്നതുകൊണ്ട് തനിക്ക് വിശേഷിച്ച ഗുണമൊന്നുമില്ല. പക്ഷെ ആ ഈശ്വരൻ തന്റെ സ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് താൻ അതീതനായിത്തീരുന്നു. ആ ബോധം കൊണ്ട് ന അന്യോഹം തസ്മാ, അവനിൽ നിന്നും താൻ അന്യനല്ല. ഇതി ആസീത, ഈ ബോധത്തിൽ ദൃഢനായിരിക്കുക. അതായത് പൂർണ്ണമായ ഈശ്വരബോധം കൊണ്ട് മാത്രമേ ഈ അവസ്ഥയെ ഒരു യതിക്ക് അതിജീവിക്കാൻ കഴിയൂ എന്നാണ്. അദ്വൈതഭാവന കൊണ്ടേ കഴിയത്തുള്ളൂ എന്നാണ്. കാരണം ഇത് സംഭവിക്കാതിരിക്കുന്ന ഒരിടത്തേ ഉള്ളൂ, പരമാത്മാവിൽ മാത്രം. താനതായി തീരുന്നതുവരെ ഇത് തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ താൻ അതിൽ ദൃഢചിത്തനായി തീരുക, ആ ഭാവത്തെ പ്രാപിക്കുക. എന്നാൽ മാത്രമേ ഇതിനെ അതിജീവിക്കാൻ കഴിയത്തുള്ളൂ എന്നാണ്. അതിന് അന്യോഹം തസ്മാ, അതാണ് പരം ദൃഷ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പരമപുരുഷനെ സാക്ഷാത്കരിക്കുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്ന അതാണ്. അപ്പോ വിവേകം നിരന്തരമായി അഭ്യസിച്ചുകൊണ്ടിരുന്നാലും ആ വിവേകത്തിന്റെ പരമകാഷ്ഠയിൽ മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ. അതിനുവേണ്ടി ഇന്ദ്രിയങ്ങളെ സ്വാധീനമാക്കി, അല്ലെങ്കിൽ അതിന്റെ അഭ്യാസം തുടർന്നു ഇന്ദ്രിയങ്ങളെ അതിന്റെ വഴിക്ക് വിടാതെ നിഷിദ്ധമായതിൽ ഇന്ദ്രിയങ്ങളെ വിടാതെ വിധി നിഷേധ ബോധത്തോടുകൂടി തന്നെ ഒരു യതി സംയമി ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് താൻ സർവപ്രത്യേകാത്മാവായിരിക്കുന്ന ആ വാസുദേവൻ തന്നെയാണ്, ആ വാസുദേവനിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല, അതുകൊണ്ട് തന്നിന് സംഭവിക്കുന്നില്ല എന്നുറപ്പിച്ച് ഏവം ആസീനസ്യേതേഹി, അങ്ങനെ സ്ഥിതി ചെയ്യുന്നവൻ എന്ന് വെച്ചാൽ അങ്ങനെ ദൃഢമായ ബോധമുള്ള ഏതിക്ക് വശി അധീനമാകുന്നു യസ്യ ഇന്ദ്രിയാണി വർത്തന്തെ അഭ്യാസബല. അതെങ്ങനെ സാധിക്കും? അഭ്യാസബലം കൊണ്ട് എന്നർത്ഥം. അത് സാമാന്യ വിവേകം പോരാ, അഭ്യാസം കൊണ്ട് ആ വിവേകത്തെ ദൃഢപ്പെടുത്തണം എന്നർത്ഥം.
അപ്പൊ ശ്രവണം, ഈ തത്വത്തെ കേൾക്കുന്നതുകൊണ്ട് നമുക്കൊരു വിവേകം ഉണ്ടാവും. തത്വത്തെ ചിന്തിക്കുന്നത് കൊണ്ടും ആ വിവേകം സ്ഥിരമായിത്തീരുന്നു. പക്ഷെ അതൊന്നും കൊണ്ട് ഇന്ദ്രിയ നിഗ്രഹം സാധ്യമല്ല. ആ വിവേകം ശ്രവിക്കാതെയും ചിന്തിക്കാതെയും സഹജമായിത്തീരുന്നു. അങ്ങനെ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. അതിനെ ചിന്തിക്കേണ്ട ആവശ്യം വരരുത്, അതിന് ശ്രവിക്കേണ്ട ആവശ്യവും വരരുത്. അത് രണ്ടും കൂടാതെ അത് സഹജമായിരിക്കണം. അതാണ് അഭ്യാസബല. അതിന് അഭ്യാസം ആവശ്യമാണ്. ശ്രവണ മനനങ്ങളുടെ അഭ്യാസം ആവശ്യമാണ്. അങ്ങനെ വിവേകം കൊണ്ട് മാത്രമേ ഇന്ദ്രിയ നിഗ്രഹം സാധ്യമുള്ളൂ. അതിന് വേറെ ഒരു ഉപായവും സാധ്യമല്ല. മറ്റേതെങ്കിലും ഉപായത്തിലൂടെ സഞ്ചരിച്ചാലും അവസാനം വിവേകത്തിൽ എത്തിച്ചേരണം. അതല്ലാതെ ഇന്ദ്രിയ നിഗ്രഹം സാധ്യമല്ല. ചോദിക്കും, ശ്രവണ മനനങ്ങളല്ല, ഒരാൾ മറ്റു തരത്തിലുള്ള തപസ്സനുഷ്ഠിക്കുന്നു, ജപധ്യാനങ്ങളൊക്കെ ചെയ്യുന്നു, ഈശ്വര പൂജ ചെയ്യുന്നു ബാഹ്യമായിട്ട്, അതെല്ലാം കൊണ്ട് സാധിക്കില്ലേ? അതെല്ലാം ഒരുവനെ ഈ പറയുന്ന വിവേകപ്രജ്ഞയിലെത്തിച്ചാൽ സാധിക്കും. അത് എത്തിച്ചില്ലെങ്കിൽ, അതൊന്നും ഇതിനുപകരിക്കുന്നില്ലെങ്കിൽ, വിവേകപ്രജ്ഞയിൽ അവനെ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും സാധിക്കത്തില്ല. അതുകൊണ്ട് വിവേകമാണ് മുഖ്യം, അതിന്റെ ദൃഢതയാണ് മുഖ്യം. അല്ലാതെ പരിശ്രമിക്കുന്നവർക്കെല്ലാം എന്ത് സംഭവിക്കുന്നു? അവരാർജിക്കുന്ന വിവേകത്തിനനുസരിച്ച് ഇത് നിലനിൽക്കും. അത് സ്പഷ്ടമാണ്. അടുത്തിനി പറയും. എപ്പോഴാണ് ഇന്ദ്രിയങ്ങൾ സ്വാധീനമല്ലാതാകുന്നത്? എപ്പോഴാണ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുടെ പിറകെ പോകുന്നത്? ഒരു സാധകനെ സംബന്ധിച്ചാണെങ്കിലും എപ്പോഴാണോ അയാളുടെ വിവേകം നഷ്ടപ്പെടുന്നത്, അപ്പോൾ വിവേകം ഉണർന്നിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്ദ്രിയങ്ങൾ അയാൾക്ക് അധീനമായിരിക്കും. ഏത് നിമിഷമാണോ പൂർവ്വവാസനകൾ വർദ്ധിച്ച് അയാളുടെ വിവേകത്തെ കീഴ്പ്പെടുത്തുന്നത്, ആ സമയം ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോകുന്നു. അത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചും അങ്ങനെയാണ്. നിയന്ത്രണ അതീതമായ പ്രവൃത്തികൾ വരുമ്പോൾ നമ്മൾ പറയും അവന് വിവേകം നഷ്ടപ്പെട്ടു എന്ന് പറയും. അത് സാധാരണ ധർമ്മബോധം, നീതിബോധം എല്ലാം നഷ്ടപ്പെടുന്നു. ഇവിടെ ഇന്ദ്രിയ സംയമനത്തിന് ധർമ്മബോധമോ നീതിബോധമോ ഒന്നും മാത്രം പോരാ. അതുകൊണ്ടൊന്നും ഇന്ദ്രിയ സംയമനം സാധ്യമല്ല. കുറഞ്ഞത് അതെങ്കിലും വേണം. പക്ഷെ ഇവിടെ പറയുന്ന ഇന്ദ്രിയ സംയമനത്തിന് അതുപോലെ നീതിബോധം കൊണ്ട് സാധാരണ മനുഷ്യൻ, അത് സദാചാര ജീവിതത്തിന് ധർമ്മബോധവും നീതിബോധവും മതി. പക്ഷെ ഇന്ദ്രിയ നിഗ്രഹത്തിന് അതുപോലെ. ഇന്ദ്രിയ നിഗ്രഹത്തിന് വിവേകം തന്നെ വേണം, ആത്മബോധം തന്നെ വേണം, ആത്മപ്രജ്ഞ തന്നെ വേണം. അതുകൊണ്ട് ഇന്ദ്രിയ നിഗ്രഹം സാധ്യമാകും. ഇതിൽ ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത് കേവലം സദാചാരത്തിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല എന്നർത്ഥം. എന്തുകൊണ്ട്? ഇവിടെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, ഇവിടെ ഈശ്വരബോധം കൊണ്ട് മനസ്സിന് സമത്വം കൈവരിച്ചിട്ടും രാഗം ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നാണ്. അവിടെ അവന് ധർമ്മബോധമോ നീതിബോധമോ ഒന്നും രക്ഷിക്കത്തില്ല. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ആ രാഗം നശിക്കും. ആ രാഗം നശിക്കണമെങ്കിൽ എന്ത് വേണം? ദൃഢമായ വിവേകത്തിനെ അതിനെ നശിപ്പിക്കാൻ പറ്റും. അങ്ങനെ രാഗം ഇരിക്കെ വിവേകം എങ്ങനെ ഉണ്ടാകും എന്ന് സംശയിക്കും. വിവേകം ഉണ്ടാകുന്നതിന് ഈ രാഗം തടസ്സമാകത്തില്ലേ? ഇവിടെ രാഗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവേകമില്ലാത്ത അജ്ഞനിൽ ഇരിക്കുന്ന രാഗമല്ല, അതല്ല. നിരന്തരമായ അഭ്യാസം കൊണ്ട് സാധാരണ മനുഷ്യന് കാണുന്ന സ്ഥൂലമായ വിഷയിച്ച അതെല്ലാം ഇവിടെ സാധനങ്ങളിൽ നശിച്ചു പോകും.
എന്നുവെച്ചാൽ സാധാരണ സന്ദർഭത്തിൽ സാധാരണഗതിയിൽ അവന്റെ മനസ്സ് വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. അത്രയും ഇന്ദ്രിയജയം ശ്രദ്ധിക്കുന്നു. സദാ ചപലമായ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നിയന്ത്രണമില്ലാത്ത ഒരുവനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ സ്ഥിതപ്രജ്ഞനെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ സ്ഥിതപ്രജ്ഞതയ്ക്ക് വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവനിലിരിക്കുന്ന രാഗം എന്ന് പറയുന്ന ഒരിക്കലും പ്രത്യക്ഷമല്ല. അത് വളരെ സൂക്ഷ്മമായി വാസന അല്ലെങ്കിൽ സംസ്കാര രൂപത്തിലിരിക്കുന്നതാണ്. സാധാരണഗതിയിൽ പ്രത്യക്ഷപ്പെടുന്നതല്ല. സാധാരണ വിഷയ സാന്നിധ്യത്തിൽ അത് പ്രത്യക്ഷപ്പെടണമെന്നില്ല. അതുകൊണ്ട് അതില്ല എന്ന് കരുതാൻ ഒക്കത്തില്ല. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചോളാണെങ്കിലോ വിഷയ സാന്നിധ്യത്തിലും വിഷയത്തിന്റെ അസാന്നിധ്യത്തിലും മനസ്സിൽ സദാ രാഗം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അത് വളരെ സ്ഥൂലമാണ്. അതിനെ നശിപ്പിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ആ രാഗത്തെ അവന് തിരിച്ചറിയാൻ കൂടി കഴിയുന്നില്ല. മറിച്ച് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു യതിയെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നില്ല. കാരണം അതയാൾ നശിപ്പിച്ചു കഴിഞ്ഞു. സദാ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആ സ്ഥൂലമായ രാഗത്തെ, കാമനകളെല്ലാം അയാൾ നശിപ്പിച്ചു കഴിഞ്ഞു. എങ്ങനെ? വിവേകം കൊണ്ട്. തിരിച്ചറിയുന്നതെല്ലാം നശിക്കുന്നു വിവേകം കൊണ്ട്. പക്ഷെ ഇത് തിരിച്ചറിയാൻ കഴിയാത്തതാണ്, സൂക്ഷ്മമായിരിക്കുന്നതാണ്. സാധാരണ വിഷയ സാഹചര്യങ്ങളിൽ പോലും ഉയർന്നു വരാത്തതാണ്. പക്ഷെ അത് പ്രാരബ്ധ വിശേഷം കൊണ്ട് അത് ഉയർന്നു വരാം. അങ്ങനെ വരുമ്പോൾ വീണ്ടും അയാൾക്ക് പ്രമാദം സംഭവിക്കാം. അങ്ങനെ വരുന്ന സൂക്ഷ്മമായ രാഗങ്ങളെ കൂടി നശിപ്പിക്കണം എന്നാണ്. അതുകൊണ്ട് സംയമനം ശീലിക്കുന്ന ഒരു യതിയുടെ മനസ്സ് എപ്പോഴും വിഷയോന്മുഖമായിരിക്കും എന്നതിനർത്ഥമില്ല. അത് സമത്വത്തെ പ്രാപിച്ചിരിക്കും. പക്ഷേ അങ്ങനെ സമത്വത്തിലിരുന്നാലും സൂക്ഷ്മമായ രാഗങ്ങൾ ഏതെങ്കിലും സമയം ആ സമത്വത്തെ ഭഞ്ജിക്കാം. അതിനുള്ള സാധ്യതയുണ്ട്. അതുകൂടി ശ്രദ്ധിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അതും കൂടി ഒഴിവാക്കും. എന്നാൽ മാത്രമേ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത, അവന്റെ പ്രജ്ഞ പ്രതിഷ്ഠിതമാകത്തുള്ളൂ എന്നാണ്. ഈ പ്രജ്ഞയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്, പ്രജ്ഞ എന്ന് പറയുന്നത് അന്ധകരണമാണ്. അതാണ് അന്ധകരണം. പക്ഷെ സാധാരണ അന്ധകരണം എന്ന് പറയുന്നതും സ്ഥിതപ്രജ്ഞന്റെ അന്ധകരണവും തമ്മിൽ വ്യത്യാസമുണ്ട്. സാധാരണ അന്ധകരണത്തിൽ തമസിന്റെയും രജസിന്റെയും ബാഹുല്യം കാണും. സ്ഥിതപ്രജ്ഞന്റെ അന്ധകരണമാണെങ്കിലും അത് സാത്വികമായിരിക്കും. സാധാരണ പ്രജ്ഞയെ പരിശീലിക്കുന്ന ഒരുവന്, സമത്വത്തെ പരിശീലിക്കുന്ന ഒരുവന് തന്റെ ഇച്ഛാശക്തി കൊണ്ട് മനസ്സിൽ സമഭാവനയെ നിലനിർത്തണം. എന്നുവെച്ചാൽ അയാൾ തന്റെ അന്ധകരണത്തെ ഇച്ഛാശക്തി കൊണ്ട് പരിണമിപ്പിക്കുകയാണ് സമത്വത്തിലേക്ക്. അയാളുടെ പരിശ്രമത്തിന് അയാൾ ആശ്രയിക്കുന്നതും ഈ രജസ്സിനെയാണ്. തന്റെ അന്ധകരണത്തിൽ തന്നെയുള്ള രജസ്സിനെയാണ്. ആ രജസ്സിനെ ആശ്രയിച്ചിട്ട് അന്ധകരണത്തെ സാത്വിക ഭാവത്തിൽ നിർത്താൻ ശ്രമിക്കുകയാണ്. അതേസമയം ഇവിടെ സ്ഥിതപ്രജ്ഞനാണെങ്കിലോ അയാൾ ആ രജസ്സിനെ ആശ്രയിച്ചിട്ടല്ല മനസ്സിനെ സാത്വികമായി നിലനിർത്തുന്നത്. മറിച്ച് പൂർവ്വ അഭ്യാസ ബലം കൊണ്ട് അവിടെ ഇച്ഛാശക്തി അതിനുവേണ്ടി വിനിയോഗിക്കേണ്ട ആവശ്യം. മനസ്സ് സ്വയം തന്നെ സംസ്കാര ബലം കൊണ്ട് സാത്വികമായി പരിണമിച്ചുകൊണ്ടിരിക്കുന്നു.
അവരുടെ ഇച്ഛാശക്തിയാണ് മനസ്സിൽ സമത്വത്തെ കൊണ്ടുവരുന്നതെങ്കിൽ അതിനയാളെ സഹായിക്കുന്ന രജോ ഗുണമാണെങ്കിൽ അത് കർമ്മയോഗിക്ക്. സ്ഥിതപ്രജ്ഞനാണെങ്കിലോ അതിന് ഇച്ഛാശക്തിയുടെ ആവശ്യമില്ല, രജോ ഗുണത്തിന്റെ ആവശ്യമില്ല. സാത്വികമായ മനസ്സിന്റെ പരിണാമം, സമത്വ പരിണാമം സഹജമായി തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സഹജം എന്ന് പറയുമ്പോൾ അഭ്യാസബലാത്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഭ്യാസബലം കൊണ്ട്. ആ അഭ്യാസബലം എന്താണ്? അഭ്യാസത്തിന്റെ ബലം എന്ന് പറയുന്നത് സംസ്കാരമാണ്. ആ സംസ്കാരത്തിന്റെ പ്രഭാവം കൊണ്ട് അവിടെ ഇച്ഛാശക്തിയുടെ ആവശ്യമില്ല. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, സത്സംഗം ശ്രവിക്കുമ്പോൾ മനസ്സ് വിചാരങ്ങൾ നിലനിൽക്കുന്നു. എന്തുകൊണ്ട്? അവിടെ മനസ്സിനെ ബലമായി സത്സംഗത്തിൽ ഏർപ്പെടുത്തുന്നുണ്ട്. അവിടെ സഹായിക്കുന്ന രജോ ഗുണമാണ്. പ്രയത്നം അവിടെ ആവശ്യമായിട്ട് വരുന്നു. സത്സംഗം കഴിയുമ്പോൾ മനസ്സ് വീണ്ടും സഹജമായ ഭാവത്തിലേക്ക് പോകുന്നു. അവിടെ സമത്വം നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട്? മനസ്സിനെ അവിടെ സമത്വത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച രജോ ഗുണമാണ്. ആ രജോ ഗുണം വീണ്ടും പ്രവർത്തിക്കുന്നു വിഷയങ്ങളിലേക്ക്. കാരണം അത്തരം സംസ്കാരമാണ് ഇരിക്കുന്നത്. അതിനെ അതിജീവിക്കുന്നതിനുള്ള സംസ്കാരത്തെ ആർജിക്കുന്നതിനുള്ള അഭ്യാസം വന്നിട്ടില്ല. അതേസമയം സ്ഥിതപ്രജ്ഞൻ അങ്ങനെയല്ല. സ്ഥിതപ്രജ്ഞൻ ഈ സമത്വത്തിന്റെ, പ്രജ്ഞാസ്ഥൈര്യത്തിന്റെ അഭ്യാസം കൊണ്ട് ആ ഒരവസ്ഥയെ അതിജീവിച്ചിരിക്കുന്നു. അവിടെ ഈ അന്ധകരണത്തിന്റെ രജസ്തമോ മാലിന്യങ്ങൾ കുറഞ്ഞിരിക്കുന്നു. അതാണ് ചിത്തശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൽ സഹജമായി തന്നെ സംസ്കാര ബലം കൊണ്ട് സമത്വ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പിന്നെ ഇച്ഛാശക്തി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കർമ്മയോഗിക്ക് ഇച്ഛാശക്തി ഉപയോഗിക്കുന്നു. മനഃപൂർവ്വം ചിന്തിക്കണം. ഇവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല. സഹജമായി മനസ്സ് അങ്ങനെ തന്നെയായിരിക്കും. എങ്ങനെയാണോ ഒരജ്ഞന്റെ മനസ്സ് സഹജമായി അജ്ഞാനാവസ്ഥയിൽ തന്നെ തുടരുന്നത്, തമസിൽ തന്നെ തുടരുന്നത്, അതുപോലെ സ്ഥിതപ്രജ്ഞന്റെ മനസ്സ് സഹജമായി തന്നെ ആ സാത്വിക അവസ്ഥയിൽ തുടരുന്നു. അതിനാണ് ഇവിടെ പറയുന്ന അഭ്യാസബല. അഭ്യാസബലം കൊണ്ട് അതൊരുവന് സാധ്യമായിത്തീരുന്നു. അങ്ങനെ അത് ദൃഢപ്പെടുമ്പോൾ രാഗം എന്ന് പറയുന്നത് രജസ്സിന്റെ കാര്യമാണ്. ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു. ഗുണങ്ങൾക്ക് അങ്ങനെ ഒരു വിശേഷതയുണ്ട്. ഒരു ഗുണം വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് മറ്റു ഗുണങ്ങളെ കീഴ്പ്പെടുത്തും. മറ്റു ഗുണങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കത്തില്ല. ഗുണങ്ങളുടെ ഒരു വിശേഷതയാണ്. ഇപ്പൊ രജസ് അധികരിച്ചു നിൽക്കുമ്പോൾ ആ രജസ് കൊണ്ട് മനസ്സിനെ നമുക്ക് സത്സംഗത്തിലേക്ക് കൊണ്ടുപോകാം. അതേസമയം അതേ രജസ് തന്നെ മനസ്സിനെ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകും. കാരണം അതിനാണ് അവിടെ പ്രാബല്യം. സത്വത്തിനെയും തമസിനെയും അത് കീഴ്പ്പെടുത്തി രജസ് പ്രവർത്തിക്കും. അതേസമയം സത്വം വർദ്ധിക്കുമ്പോഴോ ചിത്തശുദ്ധി കൊണ്ട് അത് രജസ്സിനെ കീഴ്പ്പെടുത്തും. രജസ്സിനെ കീഴ്പ്പെടുത്തുന്നതുകൊണ്ട് രാഗത്തെ പ്രവർത്തിപ്പിക്കാൻ അത് അനുവദിക്കില്ല. രാഗം രജസ്സിന്റെ കാര്യമാണ്. രാഗത്തിനെ അത് തടയും. രാഗത്തിനത് പ്രതിബന്ധമായി നിൽക്കും സത്വം. രാഗത്തിന് പ്രതിബന്ധം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രാഗത്തിന് ഇന്ദ്രിയങ്ങളെ സ്വാധീനിച്ച് വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ വരും. അഭ്യാസബലം കൊണ്ട് അതാണ് സംഭവിക്കുന്നത്. സത്വം ദൃഢമായി വരുന്നു. ഇതെല്ലാം അന്ധകരണത്തിൽ സംഭവിക്കുന്നു. ആ സത്വം രാഗത്തിനെ കീഴ്പ്പെടുത്തുന്നു. ഇന്ദ്രിയങ്ങളും രാഗവുമായി കൂടിച്ചേരുന്നില്ല. ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും
അതിന് വിഷയത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ അവന്റെ പ്രജ്ഞ പ്രതിഷ്ഠിതമായി തീരുന്നു. ഇത് അന്ധകരണത്തിൽ സംഭവിക്കുന്നു. അപ്പോൾ സത്വം രാഗത്തെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥ, അത് അഭ്യാസം കൊണ്ട് സത്വഗുണം അന്ധകരണത്തിൽ വർദ്ധിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സത്വഗുണം എങ്ങനെ വർദ്ധിക്കും? ഒന്ന് ചിത്തശുദ്ധിയിലൂടെ. മുഖ്യമായൊരു കാര്യം അതാണ്. കർമ്മയോഗത്തിലൂടെ അയാൾ ചിത്തശുദ്ധി സമ്പാദിക്കുമ്പോൾ സത്വം വർദ്ധിക്കും. അതൊരു ഉപായം. അതിലും മുഖ്യമായ ഉപായമാണ് ആത്മഭാവന. അതാണ് ഇവിടെ പറയുന്നത്. മത്പരനായിരിക്കുക. അതാണ് വിവേകം എന്ന് പറയുന്നത്. ആ വിവേകം അതടുത്ത് പറയും. സത്വ സഞ്ജായതേ ജ്ഞാനം. വിവേകം സത്വത്തെ വർദ്ധിപ്പിക്കും, സത്വം വിവേകത്തെ ദൃഢപ്പെടുത്തും. ഇത് പരസ്പരം അപേക്ഷിച്ച് ദൃഢപ്പെട്ടു വരും രണ്ടും. അത് വിവേകം സമ്പാദിക്കുന്നതിനനുസരിച്ച് സ്വപ്രയത്നം അവിടെയാണ് വേണ്ടി വരുന്നത്. പ്രയത്നത്തിലൂടെ വിവേകത്തെ സമ്പാദിക്കുക. ഏത് ദേഹപരത്വം പറയും. മത്പരനായിരിക്കുക എന്ന് പറഞ്ഞാൽ, ഈശ്വരപരനായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരബോധത്തെ നിരന്തരം നിലനിർത്തുക. അതാണ്. അത് ഭക്തിഭാവത്തിലൂടെ ആകാം, തത്വജ്ഞാനത്തിലൂടെ ആകാം. രണ്ടായാലും ശരി. ഭക്തിഭാവത്തിലൂടെയാകാം. ഭക്തി എന്ന് പറഞ്ഞാൽ അവിടെ ഈശ്വര തത്വത്തെ അറിഞ്ഞുള്ള ഭക്തി, ആ ഭക്തിയിലൂടെ. ഈശ്വര തത്വബോധം കൂടാതെയുള്ള ഭക്തിയുണ്ട്, പ്രയോജനമില്ല. നമേ ഭക്ത പ്രണശ്യതി എന്ന് പറയും. എന്റെ ഭക്തന് നാശം ഉണ്ടാകുന്നതാണ്. പക്ഷെ ശരിയായ ഈശ്വരബോധത്തോടുകൂടി ഭക്തിയായിരിക്കണം. അല്ലാതെ വെറും വികാരപരമായിട്ടുള്ള ആവേശം കൊണ്ടുള്ള ഭക്തിയല്ല. ആത്മബോധത്തിൽ ഉറച്ച ഭക്തി കൊണ്ടാണെങ്കിൽ അതുകൊണ്ടും നടക്കും. ഈ പറയുന്ന കാര്യം സാധിക്കും. അല്ലെങ്കിൽ തത്വചിന്ത കൊണ്ട്, തത്വവിചാരം കൊണ്ട്, അതുകൊണ്ടുമാകാം. ഈ രണ്ടിലൂടെ ആയാലും മനസ്സിൽ സത്വത്തെ വർദ്ധിപ്പിക്കുന്ന, മനസ്സിലെ രജസ്സിനെ രാഗത്തെ കീഴ്പ്പെടുത്തുന്നതിന് വിവേകം ആണ് മുഖ്യമായി സഹായിക്കുന്നത്. ഭക്തനാണ്, പക്ഷെ വിവേകമില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. വിവേകം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഭക്തി. പിന്നെ പ്രത്യേകിച്ച് ഭക്തി ആർജിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ന അന്യോഹം തസ്മാ എന്നിരിക്കുക. അതാണ് ഇതിന് ഉപായമായി പറയുന്നത്. വിവേകത്തിൽ ദൃഢതയുള്ളവനായിരിക്കുക. അങ്ങനെയുള്ള ഏവമാസീനസ്യത്തെ വശേഹി ഇന്ദ്രിയാണി വർത്തന്തെ എന്നാണ് പറയുന്നത്. അങ്ങനെയിരിക്കുന്ന യതിയുടെ അധീനമായിരിക്കും ഇന്ദ്രിയങ്ങൾ. അപ്പോൾ കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധിയെ നേടുന്നു, തത്വവിചാരത്തിലൂടെ ആത്മബോധത്തെ ദൃഢപ്പെടുത്തുന്നു. അങ്ങനെ ഇത് രണ്ടിലൂടെ ഒരുവന്റെ ഇന്ദ്രിയങ്ങൾ പ്രതിഷ്ഠിതമായി തീരുന്നു എന്നാണ്. ചിലർ പറയും, അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് പ്രമഥനശീലമൊന്നുമില്ലല്ലോ, എന്റെ ഇന്ദ്രിയങ്ങൾക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ പറയുന്നവരുണ്ട്. പറയുന്നത് ശരിയാണ്. കാരണം ഇതെങ്ങോട്ട് പോകുന്നു എന്ന് ഇയാൾ അറിയുന്നില്ല. അതുകൊണ്ടാണ്. അതുകൂടി തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയുന്നവന് മനസ്സിലാകും ഇത് അപകടകാരിയാണ്.
അതുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ട്. ഇതേ ഉള്ളൂ. അല്ലാതെ പറയുന്ന മറ്റ് അഭ്യാസങ്ങളുണ്ട്. ഇന്ദ്രിയ ലാളനം, ഇന്ദ്രിയങ്ങളങ്ങനെ നിയന്ത്രിക്കാൻ പോകരുത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പോയി കഴിഞ്ഞാൽ മനസ്സിൽ സംഘർഷം ഉണ്ടാവും, ജീവിതം രസകരമായി തോന്നത്തില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അതിന്റെ പാട്ടിന് വിടുക, അത് വിഷയങ്ങളെയൊക്കെ അനുഭവിക്കട്ടെ, അനുഭവിച്ചു കഴിയുമ്പോൾ അതിന് സമാധാനം വരും എന്നുള്ള ആ ചിന്താഗതി അതിവിടെ നിഷേധിക്കുകയാണ്, അതിനൂടെ അംഗീകരിക്കുന്നത്. അത് തൽക്കാല ഉപായമാണ്, അത് പരീക്ഷിച്ച് ഉപേക്ഷിച്ച കാര്യങ്ങളാണ്. തൽക്കാലത്തേക്ക് അത് ശാന്തി കൊടുക്കും, അത് ശരിയാണ്. പക്ഷെ വീണ്ടും അവിടേക്ക് തന്നെ പോകും. അപ്പം നിരന്തരം ഇവിടെ പറയുന്ന എന്താണ്? ആത്മരതി, ആത്മക്രീഡ. അതിന് പകരം ഇന്ദ്രിയരതി, അതിലിങ്ങനെ പോകും മനസ്സ്. അപ്പോൾ പോയി അവസാനം എന്താണ് ഇവിടെ പറയുന്ന ആത്മസുഖം, എന്താണ് ഇന്ദ്രിയ സുഖം എന്ന് തിരിച്ചറിയാതെ ഇന്ദ്രിയ ആരാമന്മാരായി സ്വയം നശിക്കും. അതുകൊണ്ട് അത്തരം പുത്തൻ പാഠങ്ങളിൽ മനസ്സ് ആകർഷകരായി അതിന്റെ പിറകെ പോകുന്നതും അപകടമാണ്. ഇവിടെ ഭഗവാൻ പറയുന്നത്, ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ്? അഭ്യാസബലാദിന് അഭ്യാസം ആവശ്യമാണ്. ഇന്ദ്രിയങ്ങളെ ലാളിക്കുകയല്ല, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക തന്നെ വേണം. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളുടെ പിറകെ വിടുകയല്ല, ഇന്ദ്രിയങ്ങളെ അതിൽ നിന്ന് നിരോധിക്കുക തന്നെ വേണം. അതിനാണ് കൂർമോങ്കാനീവ എന്ന് മറ്റുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു. അതിൽ ഈ അഭിപ്രായ വ്യത്യാസം വരുന്നത് അതിന് സ്വീകരിക്കുന്ന ഉപായങ്ങളെക്കുറിച്ചാണ്. എങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമുണ്ട്. അതിനെ എങ്ങനെ നിയന്ത്രിക്കണം? അതിനെ ഇന്ദ്രിയങ്ങളെ ലാളിച്ചുകൊണ്ടാണോ അതിനെ നിയന്ത്രിക്കുന്നത്, അതോ അതിനെ ശിക്ഷിച്ചുകൊണ്ടാണോ? അതാണ് ഇവിടെ പറയുന്നത്. അതിനെ ശിക്ഷിച്ചുകൊണ്ട് തന്നെ നിയന്ത്രിക്കണമെന്നാണ്, ലാളിച്ചുകൊണ്ടല്ല. ഇവിടെയാണ് ചിലർ പറയുന്നത് ഇന്ദ്രിയങ്ങളെ ലാളിച്ചുകൊണ്ട് അതിനെ നിയന്ത്രിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പുതുമയുള്ള ആശയമായി, എല്ലാവർക്കും സ്വീകാര്യമായ കാര്യമാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, ആശയം നിങ്ങളതിനെ ലാളിക്കുക എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതാണ് ചാർവാകൻ പറയുന്നത്. ചാർവാകനും ഇന്ദ്രിയ നിയന്ത്രണത്തെക്കുറിച്ച് പറയുന്നു. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നതല്ല, ഇന്ദ്രിയങ്ങളെ ശിക്ഷിച്ചുകൊണ്ട് തന്നെ, അല്ലാതെ ലാളിച്ചാൽ ശരിയാവും, ശിക്ഷിക്കേണ്ട കാര്യമാണ് എന്ന് പറയുന്നു. അതിനെന്ത് ഉപായത്തെ സ്വീകരിക്കണം? ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ കുട്ടികളെ ശിക്ഷിക്കുന്നത് പോലെ. എങ്ങനെ? വെറുതെ തല്ലിയതുകൊണ്ട് കാര്യമില്ല, വിവേകം കൊണ്ട്. അന്ധകരണത്തിൽ വിവേകത്തെ ആർജിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ, അതാണ് ഇവിടെ പറയുന്നതിന്റെ മുഖ്യമായ കാര്യം. ഇന്ദ്രിയങ്ങളെ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്, ലാളിക്കണമെന്ന്. പക്ഷെ എങ്ങനെ ശിക്ഷിക്കണം? അത് വിവേകം കൊണ്ട്. വിവേകം കൊണ്ട് അതിനെ ശിക്ഷിക്കണം, വിവേകപ്രജ്ഞ കൊണ്ട് അതിനെ മെരുക്കണം. അല്ലാതെ ഒരിക്കലും അതിനെ മറിച്ച് ഇന്ദ്രിയ ലാളനയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിവേകം കൊണ്ട് അതിനെ കീഴ്പ്പെടുത്തണം. അതിന് കർമ്മയോഗം കൊണ്ട് മനസ്സിന് ശുദ്ധി ആർജിക്കണം, വിവേകം കൊണ്ട് അതിനെ നിയന്ത്രിക്കണം. അത് ആരായാലും, സ്ഥിതപ്രജ്ഞൻ എന്ന് കരുതുന്നവനായാലും ഇതെല്ലാം നിരന്തരം തുടർന്നുകൊണ്ട് ഇരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് സ്ഥിതപ്രജ്ഞന് വേണ്ടിയല്ല, സാധുവിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. താനി സർവാണി സംയമ്യ യുക്ത ആസീതമത്പരഃ വശേഹി യശീന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. താനി സർവാണി സംയമ്യ, അവയെ എല്ലാത്തിനെയും സംയമനം ചെയ്ത്, മത്പരഃ, മത്പരനായി, ഈശ്വരപരനായി, യുക്ത ആസീത, യോഗയുക്തനായി സ്ഥിതി ചെയ്യുക. യസ്യ വശേ ഇന്ദ്രിയാണി,
ഏതൊരുവന് അധീനമാണോ ഇന്ദ്രിയങ്ങൾ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത, അവന്റെ പ്രജ്ഞ പ്രതിഷ്ഠിതമായിത്തീരുന്നു. അങ്ങനെ പ്രജ്ഞാസ്ഥൈര്യത്തിന് പരിശ്രമിക്കുന്നവരുവൻ അപജയം സംഭവിക്കാവുന്നതാണ്. അതെങ്ങനെ സംഭവിക്കുന്നു? അതിന്റെ ക്രമമാണ് അടുത്ത് പറയുന്നത്. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗസഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ അഥ ഇദാനീം പരാഭവിഷ്യതഃ സർവ അനർത്ഥമൂലമിദമുച്യതേ. ഇനി പറയാൻ പോകുന്നത് എന്താണ്? പരാഭവിഷ്യതഃ, കീഴ്പ്പെട്ടു പോകും. പരാഭവം എന്ന് വെച്ചാൽ കീഴ്പ്പെട്ടു പോകും. പരിശ്രമം ചെയ്യുന്നവൻ തന്നെ അവനറിയാതെ ഇതിന് കീഴ്പ്പെട്ടു പോകും. സർവ അനർത്ഥമൂലം, അവന്റെ സർവ അനർത്ഥത്തിനും കാരണമായി തീരുന്നു. ഇനി വേറെടുത്ത് പറയും അയതി ശ്രദ്ധയോ പേദ. ശ്രദ്ധയുള്ളവനാണ്, താല്പര്യമുള്ളവനാണ്, ഇതിനൊക്കെ വിശ്വാസമുള്ളവനാണ്, പരിശ്രമിക്കുന്നവനാണെങ്കിലും ചിലപ്പോൾ അയതി, അവന് പരിശ്രമം കുറഞ്ഞു പോകും, മനസ്സിന് മതി എന്ന് തോന്നിപ്പോകും. പലതരത്തിൽ സംഭവിക്കാം. ചിലപ്പോൾ പരിശ്രമം ഇതിനുള്ള ഉത്സാഹക്കുറവുകൊണ്ട് സംഭവിക്കാം. ചിലപ്പോൾ സമൂഹത്തിന്റെ അംഗീകാരവും ബഹുമാനവും പൂജയും ഇമേജും എല്ലാം വരുമ്പോൾ ഇനി ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ജനം അംഗീകരിച്ചല്ലോ എന്നെ സ്ഥിതപ്രജ്ഞനായിട്ട് എന്ന് ചിലപ്പോൾ കരുതി അലംഭാവം വരും. പിന്നെ തന്നെ നന്നാക്കുന്ന പണി മതിയാക്കി ജനങ്ങളെ നന്നാക്കാൻ തുടങ്ങും. അപ്പോഴും ഇത് സംഭവിക്കാം. പരാഭവനം, കീഴ്പ്പെട്ടു. അവസാനം വരെ ഈ ശരീരം വിടുന്നതുവരെ അവനവനെ നന്നാക്കാനാണ് ശ്രമിക്കേണ്ടത്. മുഖ്യമായിട്ട് അവനെ നന്നാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മറ്റുള്ളവരെ നന്നാക്കും. അല്ലാതെ തന്നെ നന്നാക്കുന്ന പണി നിർത്തി മറ്റുള്ളവരെ നന്നാക്കാൻ പോയാൽ അത് അപകടം സംഭവിക്കും. അതാണ് പരാഭവനം എന്ന് പറയുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു? പറയുന്നു ധ്യായതഃ ചിന്തയതഃ വിഷയാൻ ശബ്ദാദീൻ വിഷയവിശേഷാൻ ആലോചയതഃ. അതായത് ഈ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ എവിടെ ആയാലും ശരി, ഗൃഹത്തിലായാലും ശരി, ആശ്രമത്തിലായാലും ശരി, ചിന്തിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. താൻ പ്രവർത്തിക്കുന്ന കർമ്മമണ്ഡലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും, സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും, ചുറ്റുപാടുകളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അപ്പൊ ചിന്ത ഒഴിവാക്കാൻ പറ്റത്തില്ല. അതാണ് ചിന്തയതഃ ധ്യായതഃ വിഷയാൻ ശബ്ദാദി. ശബ്ദാദികളെന്ന് ഇന്ദ്രിയങ്ങളെ എടുത്തുകൊണ്ട് പറയുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ചിന്ത മനസ്സിലൂടെ കടന്നുപോകും. അങ്ങനെ തന്റെ ഇപ്പൊ കർമ്മയോഗിയാണെങ്കിൽ ശരി, തന്റെ കർമ്മമണ്ഡലത്തിലുള്ള നിരവധി കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. സദാസമയവും ഈശ്വരനെ മാത്രം ചിന്തിച്ചിട്ട് പിന്നെ കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തെക്കുറിച്ചുകൂടി ചിന്തിക്കണം. അപ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും ചിന്തിക്കേണ്ടി വരും. ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും ചിന്തിക്കണം, സന്മാർഗത്തെക്കുറിച്ചും ദുർമാർഗത്തെക്കുറിച്ചും ചിന്തിക്കണം. എല്ലാം അറിയണം. അങ്ങനെ അറിഞ്ഞാൽ ഒരാൾക്ക് കർമ്മം ചെയ്യാൻ പറ്റും. കാരണം എന്താണ് ദുർമാർഗം എന്നറിഞ്ഞാലേ അതിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കാൻ പറ്റും. എന്താണ് അധർമ്മം എന്നറിഞ്ഞാലേ അതിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അധർമ്മത്തെ തന്നെ ധർമ്മമെന്ന് കരുതി അതിൽ പ്രവർത്തിക്കും, ദുർമാർഗത്തെ തന്നെ സന്മാർഗമെന്ന് കരുതി അതിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് വിഷയങ്ങളെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതൊരാവശ്യവുമാണ്, മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ്? വിഷയവിശേഷാൻ ആലോചയതഃ. അതിൽ ചില വിഷയങ്ങൾ മനസ്സിനെ കയറി മനസ്സൊന്ന് ഉടക്കും, അത് കയറി പിടിക്കും. മനസ്സിന് ഇഷ്ടമുള്ള ചില വിഷയങ്ങളിലേക്ക് മനസ്സ് പോകും. അതാണ് കർമ്മരംഗത്തിൽ വരുന്ന അപകടം.
കർമ്മരംഗത്തിൽ നിൽക്കുന്നവർക്ക് അവരെല്ലാ കാര്യങ്ങളെയും ഒരുപോലെ കൈകാര്യം ചെയ്യും. പക്ഷെ ചില സ്ഥലങ്ങളിൽ പോയി മനസ്സ് പറ്റും, അറിയാതെ മനസ്സിൽ നിന്ന് പറ്റും. അപ്പോൾ അതിൽ ചിന്ത ദൃഢമാകും. തൽക്കാലം ഇതൊരു സാധനയാണെന്നുള്ള കാര്യങ്ങളെല്ലാം മറന്നുപോകും. പുംസഹ പുരുഷസ്യ സംഘഃ ആസക്തി പ്രീതി തേഷു വിശേഷു ഉപജായത ഉത്പദ്യത. അവൻ അറിയാതെ തന്നെ മനസ്സ് സംഘമുണ്ടാകുന്നു. സംഘത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്, അല്ല സാധാരണ മനുഷ്യനെ കുറിച്ചല്ല. അവർക്കിതൊന്നൊരു വിഷയമല്ല. സംഘം ഉണ്ടാകുന്നു ഇല്ലേ അതിനെ തിരിച്ചറിയുന്നില്ല. വിവേകമില്ലാത്തവനെ കുറിച്ച് അല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. സ്ഥിതപ്രജ്ഞയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരും അവന് വിവേകമുണ്ട്, ഇന്നതിൽ ആസക്തി വരാൻ പാടില്ല, കാമിനി കാഞ്ചനങ്ങളിലൊന്നും ആസക്തി വരാൻ പാടില്ല, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവനുണ്ട്. എന്നാണ് കർമ്മരംഗത്താണ് നിൽക്കുന്നത്. മനസ്സ് ഇത്തരം എല്ലാ വിഷയങ്ങളെയും ഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ആ വ്യക്തി അറിയാതെ തന്നെ ആസക്തി ചെറുതിൽ വരുന്നു, മനസ്സിൽ താല്പര്യം വരുന്നു. അത് തിരിച്ചറിയാൻ വൈകിപ്പോകും. പ്രീതി തേഷു വിശേഷു. അത് ചിലപ്പം കാരുണ്യ രൂപത്തിലായിരിക്കും വരുന്നത്, ചിലപ്പോൾ അത് ആത്മീയ ഭാവങ്ങളിലായിരിക്കും വരുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. ലൗകികമായിട്ടൊന്നും ആയിരിക്കും. ആത്മീയ ജീവിയാണ്. അതുകൊണ്ട് അവന് സംഘം വരുന്നതും ചിലപ്പോൾ ചില ആത്മീയ ഭാവങ്ങളിലായിരിക്കും. പക്ഷേ അവിടെ ആസക്തി പ്രീതി തേഷു വിശേഷു. എന്തിനെയാണോ അവൻ ഉപേക്ഷിക്കേണ്ടത്, ത്യജിക്കേണ്ടത്, അത്തരം കാര്യങ്ങളിൽ ഉപജായതേ ഉത്പദ്യരേ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് ഉണ്ടാകുന്നു. സംഘ, മനസ്സിന്റെ സംഘം, ശരീരത്തിന്റെ സംഘം, ഇതെല്ലാം തുല്യമാണ്. സംഘം എന്ന് പറയുമ്പോൾ വെറും മനസ്സിന്റെ സംഘം മാത്രമാണ് കരുതിയത്. ശരീരത്തിന്റെ സാമീപ്യം കൊണ്ടും മനസ്സിൽ സംഘം വർദ്ധിക്കും. ത്യാജ്യമായ കാര്യങ്ങളോട് ശരീര സാമീപ്യം വരും. പറയുന്നു നിന്റെ ശരീര സാമീപ്യം ഉണ്ടെങ്കിലും മനസ്സ് ഒന്നുമില്ല എന്ന് കരുതുന്നു. അങ്ങനെയല്ല. നിരന്തരമായ ഇടപെടലുകൾ, പെരുമാറ്റം എല്ലാം കൊണ്ട് ശരീര സാമീപ്യം വരും. അത് സംഘമാണ്. മനസ്സിനും അവിടെ വരുന്നു. സംഘാത് പ്രീതേഹി, പ്രീതി വരുന്നു. ഇത് അനിഷ്ടമാണ്, പറ്റിയതല്ല എന്നറിയാമെങ്കിലും അറിഞ്ഞുകൊണ്ടവിടെ പ്രീതിയെ വളർത്തുന്നു. പ്രീതേഹി സഞ്ജായതേ സമുത്പദ്യതേ കാമഃ. അതിനോട് കൂടുതൽ പ്രീതി വരുന്നു. അതാണ് പലരും ഇത്തരം ഒരു മാർഗത്തിലേക്ക് വന്നതിന് ശേഷം അത് പതിക്കുന്നു കൂടുതൽ. നേരത്തെ മര്യാദക്കാരായിരുന്നു, മര്യാദയ്ക്ക് ജീവിച്ചവരാണ്. ഇങ്ങനെ ഈ വഴിയിലേക്ക് വന്നിട്ട് മോശക്കാരാകും. ആധ്യാത്മിക സാധനങ്ങൾ തുടങ്ങിയതിന് ശേഷം ഭക്ഷണന്മാരായിത്തീരുന്നു. അങ്ങനെയുണ്ട്. അങ്ങനെ സംഭവിക്കാം. ആർക്ക് സംഭവിക്കാം? എന്തുകൊണ്ട്? അറിയാതെ സംഭവിക്കുന്ന കാര്യമാണ്. പ്രീതി വരുന്നു. പ്രീതേഹേ സഞ്ജായതേ സമുദ്രത്തിലെ കാമം, തൃഷ്ണ. കാരണം മനസ്സിൽ വിവേകമുണ്ട്. അപ്പോ ബോധപൂർവം തന്നെ എന്ത് ചെയ്യുന്നു? പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കി അനുകൂലമായ സാഹചര്യത്തിലേക്ക് വരുന്നതാണ് ആശ്രമത്തിനും മറ്റും വരുന്നത്. അപ്പോൾ ആധ്യാത്മിക സാധനത്തിന് ശ്രദ്ധിച്ചിരിക്കും. ഒരുപാട് വിഷയിച്ചേ അവിടെ ഒഴിവാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒഴിവാക്കിയിരിക്കുന്ന സന്ദർഭത്തിൽ മനസ്സിൽ സംസ്കാരം ദൃഢമായിരിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറിയ കച്ചിത്തുരുമ്പ് കിട്ടിയാൽ മനസ്സതിൽ കയറി ദൃഢമായിട്ട് അങ്ങ് പിടിക്കും. ചെറിയൊരു പ്രലോഭനം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതിൽ മനസ്സതിലേക്ക്, നേരത്തെ അങ്ങനെയല്ല, മനസ്സ് പല വിഷയങ്ങളിൽ വ്യാപരിച്ചിരുന്നത് കൊണ്ട് ഒന്നിൽ ദൃഢമായി പിടിക്കേണ്ട ആവശ്യം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ മനസ്സിനെ മറ്റു വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റി. അതുകൊണ്ട് ഇവിടെ ഇത്തരം സാഹചര്യങ്ങളിൽ മനസ്സിനൊരു ചെറിയ ഒരാശ്രയം കിട്ടിയാൽ മതി, ഒരു ചെറിയ പഴുത് കിട്ടിയാൽ മതി. അതിലൂടെ അത് ശക്തമായി പിടിമുറുകും. പിന്നെ അതിൽ നിന്ന് മനസ്സിനെ വേർപെടുത്തിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഇവിടെ പറയുന്നു കാമഃ തൃഷ്ണ, കാമം വർദ്ധിക്കുന്നു.
കാമാ കുതശ്ചിത് പ്രതിഹത ക്രോധ അഭിജായതേ. കാമം കൊണ്ട് ക്രോധം വരും. കാമത്തിന്റെ പ്രതിഹനനം, അതിന് വരുന്ന തിരിച്ചടിയാണ് ക്രോധത്തെ ഉണ്ടാക്കുന്നത്. വിദ്വേഷമാണ്. ക്രോധം എന്ന് വെച്ചാൽ ഒരാള് വാണമെടുത്തുകൊണ്ട് വെട്ടാൻ പോകുന്നതല്ല, മനസ്സിൽ വിദ്വേഷഭാവങ്ങൾ വരുന്നു എന്ന ക്രോധം പറയുന്നില്ലേ. നമ്മുടെ മനസ്സിൽ വരുന്ന ശത്രുമിത്ര ഭാവങ്ങൾ, ചിലരോട് ഇഷ്ടം തോന്നുക, ചിലരോട് വെറുപ്പ് തോന്നുക, ശത്രുമിത്രങ്ങളെ നമ്മൾ സൃഷ്ടിക്കുന്നു. എന്തുകൊണ്ട്? വാസ്തവത്തിൽ ഇത് ഈ മനസ്സിൽ എവിടെയെങ്കിലും മനസ്സ് പോയി ദൃഢപ്പെട്ട് ആ കാമത്തിന് വരുന്ന തടസ്സം, അതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാണ് ശത്രുമിത്രങ്ങളെ മനസ്സിൽ സൃഷ്ടിക്കുന്നത്. അത് എവിടെയാണ് അത് സംഭവിച്ചിരിക്കുന്നത് എന്നും തിരിച്ചറിയത്തില്ല. എവിടെയോ അത് സംഭവിക്കുന്നുണ്ട്, എവിടെയോ ആഗ്രഹപൂർത്തികൾക്ക് തടസ്സം വരുന്നുണ്ട്. തിരിച്ചറിയാൻ വയ്യാത്ത ഏതെല്ലാം സ്ഥലങ്ങളിൽ അത് സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഒരു പരിണാമമാണ്, അത് മനസ്സിനുണ്ടാക്കുന്ന ഒരു പരിണാമമാണ് എവിടെയെങ്കിലും ദേഷ്യം വരുന്നത്, ആരോടെങ്കിലുമൊക്കെ വെറുപ്പ് വരുന്നു മനസ്സ്. ഇതെല്ലാം ഒരിടത്ത് സംഭവിക്കണമെന്നില്ല. എവിടെയാണ് ആ കാമത്തിന് പ്രതിഹനനം സംഭവിച്ചത് അത് തിരിച്ചറിയണമെന്നില്ല. പക്ഷെ അതിന്റെ പരിണാമം മനസ്സിൽ ക്രോധമായി പരിണമിക്കുമ്പോൾ അത് എവിടെയെങ്കിലും പോകും. അതാണ് അങ്ങാടി തോറ്റതിന് അമ്മയെ തല്ലുന്നു എന്ന് പറയാം, സാധാരണ പറയാറുണ്ട്. അപ്പോ അകാരണമായി വെറുപ്പ് തോന്നുക, ആരോടെങ്കിലുമൊക്കെ ദേഷ്യം തോന്നുക, സ്വയം അസ്വസ്ഥനാകുക, മറ്റുള്ളവരെ അസ്വസ്ഥരാക്കുക, ഇതെല്ലാം ഇത്തരക്കാരുടെ സ്ഥിരം പരിപാടികളാണ്. ആരുടെ? ഈ സ്വാമിമാരുടെയും ബ്രഹ്മചാരിമാരുടെയും. അപ്പൊ ഇതിനെല്ലാം കാരണം എന്താണ്? ഈ പറയുന്ന കാമത്തിന്റെ പ്രതിഹനനമാണ്. അവിടെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. ആഗ്രഹങ്ങൾക്ക് അവിടെ തടസ്സം വരുന്നു. അതായത് ആഗ്രഹങ്ങൾ എവിടെയൊക്കെ പോയി എന്നുള്ളത് തിരിച്ചറിഞ്ഞില്ല, അത് വളരെ മുമ്പോട്ട് പോയി, പിന്നെ അതിന് തടസ്സങ്ങൾ വരുന്നു. അത് മനസ്സിൽ ഉണ്ടാക്കുന്ന പരിണാമമാണ് കോപം. അത് സംഭവിക്കുന്നതെന്ന് ഇയാൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ മറ്റുള്ളവരിൽ ശത്രുമിത്രഭാവങ്ങൾ വരുന്നു. അവൻ മുഖാന്തരമാണ് എനിക്കിതൊക്കെ സംഭവിച്ചതെന്ന് വരുന്നു. താൻ തന്നെയാണ് തനിക്ക് ഇതൊക്കെ സംഭവിപ്പിച്ചത്, മറ്റാരുമല്ല. മറ്റുള്ളവരിൽ വെറുതെ ആരോപിക്കുകയാണ്. മറ്റുള്ളവരെന്നെ ശല്യപ്പെടുത്തുന്നു, ഞാനൊരു ശല്യത്തിനും ആരോടും പോകുന്നില്ല എന്നാണ് രണ്ട് ശല്യക്കാരനും പറയുന്നത്. രണ്ട് ശല്യക്കാരനും കാണും, രണ്ടുപേരും പറയുന്നത് എന്താണ്? ഞാൻ ആരോടും ഒരു ശല്യത്തിനും പോകുന്നു, പക്ഷെ എന്നെ നിരന്തരം ശല്യപ്പെടുത്തുന്നു. അവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഈ ശല്യങ്ങളെല്ലാം മനസ്സിലാണ്, ഉള്ളിലാണ് ഇരിക്കുന്നത്. ശല്യം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ അടുത്ത് തന്നെ കുന്തം എന്നാണ്, ശൂലം. അത് മനസ്സിലിരിക്കുകയാണ്, കാമമാണ്. അതിന് വന്ന തടസ്സങ്ങളാണ് ഈ മനസ്സിന്റെ ശല്യമായിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇതിനും വലിയൊരു മനഃശാസ്ത്രം പറയാനില്ല. ഇതിനുള്ള ഉപായം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഇങ്ങനെ വിശദീകരിക്കുന്നത്. ഇതിന്റെ ഉപായം ഒരിക്കലും ഇതിനെയൊക്കെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതല്ല. മനസ്സിന്റെ ഈ അവസ്ഥയിൽ നിന്നും ഒരാൾക്ക് മോചനം ആവശ്യം ആണെങ്കിൽ അതിനെ തൃപ്തിപ്പെടുത്തുന്നതല്ല, കാമപൂർത്തിയല്ല, കാമത്തെ അതിജീവിക്കുന്നതിനുള്ള ഉപായം. അപ്പോൾ കാമത്തിന് തടസ്സം വരുമ്പോൾ കാമപൂർത്തി കൊണ്ട് മനസ്സ് ശാന്തമാകുമല്ലോ, അപ്പോൾ പിന്നെ ക്രോധത്തെ ഒഴിവാക്കാമല്ലോ. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും പറഞ്ഞല്ലോ, ഹവിസ കൃഷ്ണപത്മയോ, അഗ്നിയിൽ നെയ്യൊഴിക്കുന്ന പോലെ വീണ്ടും അത് ആവശ്യപ്പെടും. അപ്പോൾ ഒരിക്കലും അത് പൂർണ്ണമാകത്തില്ല, താത്കാലികമായ പൂർത്തിയെ അത് വരുത്തും. മനസ്സിന്റെ സമത്വത്തിന്, സ്ഥിതപ്രജ്ഞതയ്ക്ക് ഒരിക്കലും അതൊരു ഉപായമല്ല. അപ്പോൾ ഇതിനെ വേരോടെ നശിപ്പിക്കണം.
ഇവരോടെ നശിപ്പിക്കുന്നത് എങ്ങനെ? വിവേകം കൊണ്ട്. ചിലർക്ക് അങ്ങനെ വേറെ ചിന്താഗതികൾ. ചില പറയും ഈ കാമത്തെ ഒക്കെ നശിപ്പിക്കണമെങ്കിൽ ഇതിനെങ്കിൽ പുറത്തു കൊണ്ടുവരണം. അകത്തിരിക്കിച്ചു നശിപ്പിക്കാൻ ഒക്കത്തില്ല. പുറത്ത് കൊണ്ടുവന്നിട്ട് നശിപ്പിക്കുക. അതെങ്ങനെയാ പുറത്ത് കൊണ്ടുവന്നിട്ട് നശിപ്പിക്കുന്നു? പുറത്ത് കൊണ്ടുവന്ന് എന്നുവെച്ചാൽ വിഷയങ്ങളെയൊക്കെ അനുഭവിപ്പിച്ച് നശിപ്പിക്കുക. അത് ചിലർക്ക് ഇഷ്ടമുള്ള ഒരാശയമാണ്. പക്ഷേ അതും വിപരീത ഫലത്തെ ഉണ്ടാകത്തുള്ളൂ. പിന്നെ പുറത്തെടുത്തുകൊണ്ട് വന്ന് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ എല്ലാം മനസ്സിനെ എല്ലാം ഇഷ്ടം പോലെ വിട്ട് ഇതെല്ലാം അനുഭവിച്ചിട്ട് പിന്നെ മതി വരിക എന്നുള്ളതാണ്. ഇത് അനുഭവിച്ചതൊരാർക്കും മതി വന്നിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രമാണ്. അങ്ങനെ ഇതിനെ നശിപ്പിക്കാൻ ഒക്കത്തില്ല. പുറത്ത് കൊണ്ടുവന്ന് നശിപ്പിക്കാനും ഒക്കത്തില്ല. ഇതിനകത്ത് വെച്ച് തന്നെയാണ് നശിപ്പിക്കേണ്ടത്. ബീജത്തെ അവിടെ വെച്ച് തന്നെ നശിപ്പിക്കുന്നു. ജ്ഞാനാഗ്നി കൊണ്ട്, വിവേകം കൊണ്ട് അതിനെ എരിച്ചു കളയും. അതല്ലാതെ വിഷയത്തിലേക്ക് കൊണ്ടുവന്നതിനെ അനുഭവിപ്പിച്ചാൽ ഇത് വർദ്ധിക്കത്തേയോ. പക്ഷെ അനുഭവത്തിന്റെ തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവരിക, എന്നിട്ട് പിന്നെ നശിപ്പിക്കുക, അത് സാധ്യമല്ല. അവിടെ അത് വർദ്ധിക്കും, ഇരട്ടിക്കും. അതുകൊണ്ട് അങ്ങനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നത്. രാവണന് 10 തലയുണ്ട്. രാവണന്റെ ഓരോ തല അറുത്തു കഴിഞ്ഞാലും വീണ്ടും അത് വളർന്നുകൊണ്ടേയിരിക്കും. ഓരോ തലയായിട്ട് അറുത്ത് നശിപ്പിക്കാൻ ഒക്കത്തില്ല. അതായത് കാമം, പ്രകടമായിരിക്കുന്ന കാമത്തെ നശിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ അവസാനം എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? ബ്രഹ്മാസ്ത്രം കൊണ്ട് നശിപ്പിക്കും. ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ആത്മവിദ്യ. ബ്രഹ്മം അത് തന്നെ അസ്ത്രമാകുന്നു. ആത്മാവ് തന്നെയാണ് ഇവിടുത്തെ അസ്ത്രം. അതുകൊണ്ട് ഈ എല്ലാ തലകളെയും നശിപ്പിക്കാൻ പറ്റില്ല. ഓരോന്നോരോന്നായിട്ട് അടുത്തുകൊണ്ടിരുന്നാൽ വീണ്ടും വീണ്ടും അത് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ വിവേകം, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതെങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കി വേണം ശത്രുവിനെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ പറ്റും. എവിടെ നിന്ന് ഇത് ആരംഭിക്കുന്നു? അപ്പൊ അതിന്റെ മൂലത്തിലേക്ക് പോയാണ് നശിപ്പിക്കുക, കാരണത്തിലേക്ക് പോയി നശിപ്പിക്കുക. അല്ല അതിന്റെ വൃക്ഷത്തിന്റെ ശാഖകളെ മുറിച്ചതുകൊണ്ട് വൃക്ഷം നശിക്കില്ല. അതിന്റെ നാരായ വേര് തന്നെ മുറിക്കണം. അപ്പൊ നാരായ വേര് കണ്ടുപിടിക്കണം എവിടെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വിഷയചിന്തയിൽ നിന്ന് തുടങ്ങുന്നത്. വിഷയചിന്ത അത് സംഘാ സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ, സ്ഥൂലഭാവത്തിലേക്ക് വരുന്നു. ക്രോധം എല്ലാം വരുമ്പോൾ നമ്മൾ തിരിച്ചറിയും. അത് തിരിച്ചറിയുന്ന തലമാണ്. അതിന് മുമ്പുള്ള തലങ്ങളിൽ നിന്ന് തിരിച്ചറിയുന്നില്ല. മനസ്സിൽ വരുന്ന തൃഷ്ണകളെ തിരിച്ചറിയണമെന്നില്ല. അത് ദൃഢമായാലേ തിരിച്ചറിയത്തുള്ളൂ. ആ ക്രമമാണ് ഇവിടെ പറയുന്നത്. കാമാത് കുതശ്ചിത് പ്രതിഹത ക്രോധ അഭിജായതേ, ക്രോധം വരുന്നു. ഇനി ശ്ലോകത്തിൽ നോക്കുക. വിഷയാൻ ധ്യായതഃ, വിഷയങ്ങളെ സങ്കല്പിക്കുന്ന, ഇവിടെ ചിന്തിക്കാന്ന് വെച്ചാൽ മനോരഥം. പുംസഹ, പുരുഷന്, തേഷു സംഘഃ ഉപജായതേ, അതിൽ ആസക്തി ഉണ്ടാകുന്നു. സംഘാത്, ആ പ്രീതിയിൽ നിന്നും കാമഃ സഞ്ജായതേ, കാമം ദൃഢപ്പെടുന്നു. അവിടെ ശ്രദ്ധിക്കണം, മനോരഥം കൊണ്ട് കാമം ഉണ്ടാകുന്നു എന്നല്ല, നേരത്തെ തന്നെ ഉണ്ടായിരുന്ന കാമം ദൃഢപ്പെടുത്തുന്നതാണ് സംജായതേ എന്ന് പറയുന്നത്. അല്ല, സങ്കല്പിക്കുമ്പം കാമം വരികയാണ്, അതവിടെ ഉണ്ട്. ആ കാമമാണ് സങ്കല്പത്തിന് പ്രേരിപ്പിക്കുന്നത്. അത് കുറച്ച് സൂക്ഷ്മമായിരുന്നു. പക്ഷെ ആ സങ്കല്പം കൊണ്ട്, മനോരഥങ്ങൾ കൊണ്ട് അത് കൂടുതൽ ദൃഢപ്പെടുന്നു. കാമാ, അങ്ങനെ ദൃഢപ്പെടുന്ന കാമത്തിൽ നിന്നും ക്രോധം അഭിജായതി, ക്രോധം ഉണ്ടാകുന്നു. എന്നുവെച്ചാൽ ഫലത്തിൽ ക്രോധം, എന്നുവെച്ചാൽ ക്രോധം മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ക്രോധം പോലെയുള്ള ബാക്കിയുള്ള വികാരങ്ങളെല്ലാം ഉണ്ടാകുന്നു. ക്രോധം എന്ന് പറയുന്നതുകൊണ്ട് കാമത്തിന്റെ ഹനനം കൊണ്ട് ക്രോധം ഉണ്ടാകുന്നു എന്ന് മാത്രം എടുക്കണ്ട. മറ്റ് ഉണ്ടാകുന്ന വികാരങ്ങളെല്ലാം, അസൂയ, അഹന്ത തുടങ്ങിയ എല്ലാ വികാരങ്ങളും ഈ കാമഭംഗം കൊണ്ടൊരുവനിൽ ഉണ്ടാകുന്നു. ക്രോധോ അഭിജായത, അതിൽ മുഖ്യമായിട്ടും പ്രകടമായിട്ടും നമുക്ക് അനുഭവപ്പെടുന്ന ഒന്നാണ് ക്രോധം. അതുകൊണ്ട് അതിനെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ധ്യായതോ വിഷയാൻ പുംസഃ
സംഗസ്തേഷു ഉപജായത്തെ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി ക്രോധാത് ഭവതി സമ്മോഹഃ അവിവേകഃ കാര്യാകാരി വിഷയഃ. ക്രോധം വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ ക്രോധം വരുന്ന സമയത്ത് മാത്രമല്ല, ക്രോധം വന്ന് ക്രോധം പോയെന്നിരിക്കട്ടെ, പോയി കഴിഞ്ഞാലും അതിന്റെ സ്വാധീനം ആ അന്ധകരണത്തിൽ നിൽക്കും. സമ്മോഹ അവിവേകം സംഭവിക്കുന്നു. കാര്യാകാരി വിഷയ, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അരുതാത്തത്, ഇതാണ് കാര്യാകാര്യം. കാര്യം ചെയ്യേണ്ടത്, അകാര്യം ചെയ്യാൻ പാടില്ലാത്തത്. ഇത്തരത്തിലുള്ള വിവേകം നഷ്ടപ്പെടുന്നു എന്നർത്ഥം. ക്രോധിയായ പുരുഷൻ, കോപത്തിന് അടിമപ്പെട്ടു പോകുന്ന പുരുഷൻ, ആ കോപത്തിന് അടിമപ്പെട്ട് അയാൾ ചെയ്യുന്നതും അത് കഴിഞ്ഞ് ആ കോപം മാറിയതിനു ശേഷം അയാൾ ചെയ്യുന്നിടത്തുമെല്ലാം ഈ പറയുന്ന കാര്യങ്ങളുടെ സ്വാധീനം കാണും. കാമത്തിന്റെ സ്വാധീനം, കാമഭംഗത്തിന്റെ സ്വാധീനം, അയാൾ മുമ്പുണ്ടായ ആ കോപത്തിന്റെ സ്വാധീനം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പറയുന്നു, ക്രുദ്ധോഹി സമ്മൂഢസൻ ഗുരും അപി ആക്രോശതി. ക്രുദ്ധൻ, ആ കോപത്തിന് അധീനനായി തീർന്നവൻ, ഇച്ഛാഭംഗം കൊണ്ട് കോപത്തിന് വഴിപ്പെടുന്നവൻ, സമ്മൂഢസൻ, അവന് വിവേകം നഷ്ടപ്പെടുന്നു. പിന്നീട് അവൻ കോപിച്ചാലും ശരി, കോപിച്ചില്ലെങ്കിലും ശരി, വിവേകമില്ലാത്തതുകൊണ്ട് ഗുരും ആക്രോശതി, ഗുരുവിനെയും ചീത്ത പറയുന്നു. ആക്രോശിക്കുക എന്ന് വെച്ചാൽ ചീത്ത പറയുന്നു. ഗുരുവിനെ അവൻ നിന്ദിക്കുന്നു, ഗുരുനിന്ദ ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. എന്നുവെച്ചാൽ ഈ ആഗ്രഹങ്ങൾ പലതരത്തിലാണ്. ഈ ആഗ്രഹങ്ങൾ, തന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അവനെന്ത് ചെയ്യുന്നു? കുറ്റങ്ങളെല്ലാം തന്നിലല്ല, ഗുരുവിൽ വയ്ക്കുന്നു. തനിക്കിതെല്ലാം സംഭവിച്ചത് ഗുരുവിന്റെ ദോഷം കൊണ്ടാണ് എന്ന് കരുതുന്നു. അല്ല, ഗുരുക്കന്മാരിങ്ങനെയാണോ ആയിരിക്കേണ്ടത് എന്നവൻ ചിന്തിക്കും. ഗുരുക്കന്മാരിങ്ങനെയല്ലല്ലോ ആകേണ്ടത് എന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഗുരുവിനെ കുറ്റപ്പെടുന്നു. തനിക്ക് വരുന്ന വീഴ്ചകൾക്കെല്ലാം ഗുരുവിനെ കുറ്റപ്പെടുന്നു. എന്നിട്ട് പറയും, എന്താണ്, ഞാൻ ഗുരുവിന്റെ അടുത്ത് വന്നതിന് ശേഷമാണ് നശിച്ചുപോയത്, മോശക്കാരനായത്. അപ്പൊ ഇതിന് ഉത്തരവാദി എനിക്കല്ല, ഗുരുവിനാണ്. കാരണം ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ഞാൻ നശിച്ചുപോയി. ഗുരുവാണ് അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? ഗുരുവിനെ കുറ്റപ്പെടും. ഗുരുവിന്റെ സാന്നിധ്യത്തിൽ താൻ എന്താണോ ചെയ്യേണ്ടത് അതൊന്നും ചെയ്തില്ല, അത്തരം കാര്യങ്ങളൊന്നും ഓർക്കത്തില്ല. ഗുരുവിന്റെ ഉപദേശത്തെ ചെവിക്കൊണ്ടോ അതിനനുസരിച്ചോ ഇത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കത്തില്ല. മറിച്ച് എന്ത് ചെയ്യുന്നു? കുറ്റങ്ങളെല്ലാം ഗുരുവിൽ. അതിന് ന്യായമുണ്ട്. ഇവിടെ ഏതിനും ന്യായമുണ്ട്. ഗുരുവിനെ അവൻ കുറ്റക്കാരനാക്കും. ഗുരുവിന്റെ ദോഷം കൊണ്ടാണ് എനിക്കിത് സംഭവിച്ചതെന്ന് പറയും. അത് പറയുന്നു ക്രുദ്ധ. കോപിച്ചിരിക്കുന്ന ആ സമയത്ത് മാത്രമല്ല, ആ ക്രോധത്തിനവൻ അടിമപ്പെട്ട് കഴിഞ്ഞാൽ, മനസ്സിൽ അങ്ങനെയുള്ള ക്രോധം എന്ന് പറയുന്നത് വിദ്വേഷം എന്നെടുത്താൽ മതി. ആ വിദ്വേഷം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും സംഭവിക്കുന്ന ഇച്ഛാഭംഗങ്ങൾ കൊണ്ട് മനസ്സിൽ വിദ്വേഷം വന്നു കഴിഞ്ഞാൽ ആ വിദ്വേഷം അവിടെയിരിക്കും. ബാഹ്യമായി കോപിക്കണമെന്നൊന്നുമില്ല. അയാൾ അതിനാണ് എന്താണോ പെർവേർഷൻ എന്ന് നമ്മൾ പറയും, അബദ്ധസഞ്ചാരം. അത് സംഭവിക്കും മനസ്സിന്. മനസ്സ് പിന്നെ ഗതിമാറി പോകാൻ തുടങ്ങും. പിന്നെ അയാൾക്ക് ആത്മീയതയിൽ താല്പര്യം കുറവ്.
ഇതിലെല്ലാം അയാൾ ദോഷങ്ങളും കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ആശ്രമങ്ങളിൽ, ഗുരുക്കന്മാരിൽ, സമ്പ്രദായങ്ങളിൽ, ആത്മവിദ്യയിൽ എല്ലാം ദോഷങ്ങൾ കണ്ടുപിടിക്കും. ദോഷങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇതിൽ നിന്ന് പതുക്കെ അകന്നു പോകാൻ ശ്രമിക്കും. അതിന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇതാണ്. അയാളുടെ സാധനയിൽ ശ്രദ്ധിക്കാതെ വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കും, ഗുരുക്കന്മാരുടെ അടുത്ത് വന്നിട്ട് എന്തുകൊണ്ട് എല്ലാവരും രക്ഷപ്പെടുന്നില്ല, എന്തുകൊണ്ട് ഓരോരുത്തരും ഗുരുക്കന്മാരെ ഉപേക്ഷിച്ച് പോകുന്നു, അല്ലെങ്കിൽ ഓരോരുത്തരെയും ഗുരുക്കന്മാർക്ക് പറഞ്ഞു വിടേണ്ടി വരുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? എവിടെയാണ് ഇതിന്റെ തകരാറ്? ഗുരുവിലാണോ അതോ ശിഷ്യരിലാണോ? അങ്ങനെ ചിന്തിക്കും. അങ്ങനെ മനസ്സിൽ സംശയങ്ങൾ വരും. ഇവിടെ അതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഭാഷ്യകാരനും അത് തന്നെ പറയുന്നു, ഗുരു അപ്പി ആക്രോശതി. ഗുരുവിന്റെ ഉപദേശത്തെ വേണ്ട സമയത്ത് ചെവിക്കൊണ്ട് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ ഒരാൾ ഗുരുവിന്റെ സമീപത്ത് കഴിയുന്നതുകൊണ്ട് അയാൾ നന്നാവണമെന്നൊന്നുമില്ല. ജീവിതം അന്ത്യം വരെ കഴിഞ്ഞാലും ശരി, അവർക്ക് എന്തെങ്കിലും അതുകൊണ്ട് ഗുണമുണ്ടാകണമെന്നില്ല. ഗുണമുണ്ടാകേണ്ടവനാണെങ്കിൽ ഒരു ദർശനം മാത്രം മതി എന്നാണ്. ഗുരുവിന്റെ ഒരു ദർശനം, ഒരു സ്പർശനം, ഏകവാര ശ്രവണം, ഇത് മാത്രം മതി ഒരുവനെ രക്ഷപ്പെടുത്താൻ. അപ്പൊ ഇത് നിരന്തരമായ സാമീപ്യവും ഇതെല്ലാം ഉണ്ടായിരുന്നാൽ ഒരുവൻ നന്നാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഗുരുവിന്റെ ദോഷമല്ല, ശിഷ്യന്റെ തന്നെ ദോഷം തന്നെയാണ്. ശിഷ്യന്റെ ദോഷം കൊണ്ട് തന്നെയാണ് ശിഷ്യൻ ഗുരുവിനെ പിരിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ഗുരുവിനെ നിന്ദിക്കുന്നത്. അവിടെ എന്ത് തന്നെ സംഭവിച്ചാലും. കാരണം അപ്പോ ഒരാൾ കുറെ കാലം ഗുരു സേവ ചെയ്തു കഴിഞ്ഞു, നമ്മൾ പറയുന്നു അയാളും ഗുരുവിനെ പോലെയായി, അയാളും വലിയ സിദ്ധനായത്. അങ്ങനെ കരുതിയിരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ആളപ്രത്യക്ഷമാകുന്നു. എവിടെ പോയി ശിഷ്യൻ? സിദ്ധനായ ശിഷ്യൻ എവിടെ പോയി? അപ്പോ നമ്മുടെ മനസ്സ് ദുഃഖം വരും. എന്നാലും അദ്ദേഹം വലിയ സിദ്ധനായിരുന്നല്ലോ, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. അതാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. മനസ്സിൽ വിദ്വേഷം വന്നു, ക്രോധം വന്നു. അതിനെന്താ സംഭവിച്ചത്? അത് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഗുരുവിന്റെ അടുത്തിരുന്നുകൊണ്ടായില്ല, മനസ്സ് ഗുരുവിലായിരുന്നില്ല, മനസ്സ് വേറെ എവിടെയൊക്കെ ആയിരുന്നു. അങ്ങനെയുണ്ട്. ഈ ഉത്തരഭാരതത്തിലൊക്കെ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള സന്യാസിമാർ പറയും, ആശ്രമത്തിലേക്ക് ഞാനിതൊന്നും പറയുമ്പോൾ ആരും വിചാരിക്കുന്നത് എന്നെ കുറിച്ച് ഉദ്ദേശിച്ചാണോ ഇതൊക്കെ പറയുന്നത്. അങ്ങനെ ഉദ്ദേശിച്ചാൽ ഞാൻ ഉത്തരവാദിയില്ല, ഞാൻ കേട്ട കാര്യം പറയുകയാണ്. അങ്ങനെ ആരും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ച ആർക്കും മനസ്സിൽ വിദ്വേഷവും വരരുത്. ആശ്രമത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആദ്യം അവരിങ്ങനെ മച്ചിലേക്ക് നോക്കുമെന്നാണ് ചെല്ലുന്നത്. എന്നുവെച്ചാൽ അവിടെ എന്തൊക്കെ ചിത്രപ്പണികൾ ചെയ്തിട്ടുണ്ടെന്നാണ് മേളിൽ. അപ്പൊ അതിന് ചിത്രപ്പണി, പഴയ ആശ്രമങ്ങളിൽ അങ്ങനെ ഒരുപാട് ചിത്രപ്പണിയൊക്കെ ചെയ്തിരിക്കും. എന്തിനാ അതിലൊക്കെ നോക്കുന്നത്? കാരണം അത് വെച്ചിട്ട് വേണം ഇവിടെ എത്ര സമ്പത്തുണ്ടെന്ന് കണക്കാക്കുന്നത്. എത്രമാത്രം ആസ്തിയുണ്ട് ആശ്രമത്തിന്. അത് നോക്കിയിട്ടേ പിന്നെ ഇവിടെ വേണം, ഇവിടെ ഈ ഗുരുവിനെ സ്വീകരിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കും. ആസ്തി നിർണയിച്ചിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് മച്ചനെ നോക്കുന്നത്. അപ്പോ അങ്ങനെ ആശ്രമത്തിൽ കുറെ കാലം കഴിഞ്ഞു. ഈ ആസ്തിയൊക്കെ നോക്കി നിർണയിച്ച് കുറെ കാലം കഴിഞ്ഞ് സിദ്ധനായി അവസാനം ഗുരുവിനെ ആശ്രമത്തേക്ക് ഉപേക്ഷിച്ചു പോകുന്നു. ഇതെല്ലായിടത്തും സംഭവിക്കുന്നതാണ്, എല്ലാവരിലും സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് പറയുന്നു, അതെന്തുകൊണ്ട് സംഭവിക്കുന്നു അതിന്റെ മനഃശാസ്ത്രമാണ് ഇവിടെ പറയുന്നത്. ഗുരുമപ്പി ആക്രോശതി. അതിനുള്ള സുഹൃതം വേണം, ഗുരുവിനെ കാണാനുള്ള സുഹൃതം വേണം, ഗുരുവിനെ തിരിച്ചറിയാനുള്ള സുഹൃതം വേണം,
ഗുരുവിനെ സേവിക്കുന്നതിനുള്ള സുഹൃതം വേണം. അതിലൂടെ ആത്മലാഭം നേടുന്നതിനുള്ള സുഹൃതവും വേണം. ഇതെല്ലാം ഉണ്ടായാലേ ഒരുവൻ രക്ഷപ്പെടാൻ പറ്റൂ. സമ്മോഹാത്, ആ സമ്മോഹം കൊണ്ട് എന്ത് സംഭവിക്കുന്നു? സ്മൃതി വിഭ്രമ, സ്മൃതി വിഭ്രമം സംഭവിക്കുന്നു. ശാസ്ത്ര ആചാര്യ ഉപദേശ ആഹിത സംസ്കാര ജനിതായ സ്മൃതേഹി സ്യാദ് വിഭ്രമോ ഭ്രംശഃ സ്മൃത്യുത്പത്തി നിമിത്തപ്രാപ്തൗ അനുത്പത്തി. അപ്പൊ ഇവനും കുറെയൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെ? ശാസ്ത്ര ആചാര്യ ഉപദേശം, ശാസ്ത്രത്തിൽ നിന്ന് അറിവ് നേടി, ഗുരുവിന്റെ ഉപദേശത്തിൽ നിന്ന് അറിവ് നേടി. അതുകൊണ്ട് ആഹിത സംസ്കാരജന, അതുകൊണ്ട് ആഹിതമായ സംസ്കാരം അവനിലുണ്ട്. മോശക്കാരനല്ല, അവൻ സിദ്ധൻ തന്നെയായിരുന്നു. ആഹിത സംസ്കാരജനിതായ സ്മൃതേഹി, അങ്ങനെ ഒരു സ്മൃതി അവനിലുണ്ടായി. നമ്മൾ കരുതിയിരുന്നത് പോലെ തന്നെ ആൾ സിദ്ധൻ തന്നെയായിരുന്നു. അതാണ് പറയുന്നത് ശാസ്ത്ര ആചാര്യ ഉപദേശ ആഹിതമായ സംസ്കാരം. ശാസ്ത്രത്തിൽ നിന്നും ആചാര്യനിൽ നിന്നും അവരുടെ ഉപദേശങ്ങളിൽ നിന്നും ആഹിതമായ സഞ്ചയിച്ചതായ സംസ്കാരം അവനുണ്ടായിരുന്നു. പക്ഷെ ആ സംസ്കാരത്തിൽ നിന്നുണ്ടാകണം സ്മൃതി ഉണ്ടാകണം, വിവേകസ്മൃതി ഉണ്ടാകണം. പക്ഷെ അങ്ങനെ സംസ്കാരത്തെ ആർജിച്ചവൻ, ഗുരുവിന്റെ ഉപദേശം കേട്ട് ഗുരുവിന്റെ സാന്നിധ്യത്തിൽ തപസ് ചെയ്തു, എല്ലാം ചെയ്തു, സംസ്കാരത്തെ ആർജിച്ചു. ആ സംസ്കാരത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതായ സ്മൃതി ഭ്രംശ, അതിന് ഭ്രംശം സംഭവിക്കുന്നു. അതാണ് ഇത്രയും കാലത്തെ സർവീസുള്ള ശിഷ്യനിൽ സംഭവിച്ച പരാജയം. അവൻ സംസ്കാരത്തെ ആർജിച്ചെങ്കിലും പറഞ്ഞല്ലോ, നേരത്തെ കഴിഞ്ഞ ഇതിന് നമ്മൾ ചർച്ച ചെയ്തു, അവിടെ രജോ ഗുണമാണ്. രജോ ഗുണത്തെ ആശ്രയിച്ചാണ് അവൻ പ്രവർത്തിക്കുന്നത്. ഇച്ഛാശക്തി കൊണ്ടാണ് അവൻ സംസ്കാരത്തെ ആർജിക്കുന്നത്. ആ സംസ്കാരത്തെ ആർജിച്ചാൽ ആ സംസ്കാരത്തിൽ നിന്ന് അവന് നിരന്തരം വിവേകസ്മൃതി, അവന് ഗുരുഭക്തിയും എല്ലാം അവന് സ്മൃതി രൂപത്തിൽ നിലനിൽക്കേണ്ടതാണ്. പക്ഷെ അതിന് ഭ്രംശം വന്നു. സ്മൃതി ഉത്പത്തി നിമിത്ത പ്രാപ്തവും, ആ സ്മൃതിയുടെ ഉത്പത്തിക്കുള്ള നിമിത്തങ്ങൾ വന്നു ചേർന്നാലും എന്താണ്? അവന്റെ പതനം സംഭവിക്കാൻ പോകുന്നു. ആ പതനം ഒരു നിമിത്തമാണ്. അവന്റെ ഉള്ളിലിരിക്കുന്ന സംസ്കാരം പ്രബലമായി സ്മൃതിയെ ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും നിമിത്തങ്ങൾ വരുമ്പോൾ സ്മൃതി ഉണ്ടാവണം. സ്മൃതിയാണ് അവനെ ധ്രുവാസ്മൃതി. ആ ധ്രുവസ്മൃതി ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ആ സ്മൃതി ഉണ്ടാകുന്നില്ല, അനുത്പത്തി ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ഇതിന്റെ ഇടയ്ക്ക് അവന്റെ ഉള്ളിലേക്ക് സങ്കല്പങ്ങൾ വന്നു, കാമം വന്നു, മനസ്സിൽ രാഗദ്വേഷങ്ങൾ വന്നു. ക്രോധം മാത്രമല്ല, രാഗവും ദ്വേഷവും വന്നു. ഇതാണല്ലോ നേരത്തെ പറഞ്ഞത്, സ്ഥിതപ്രജ്ഞതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരിലും അപകടം വരുമെന്ന് പറഞ്ഞിതാണ്. അപ്പൊ ഗുരുവിന്റെ സാന്നിധ്യത്തിലിരുന്ന് ഈ അഭ്യാസങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നവനിൽ തന്നെ വേണ്ട സമയത്ത് ആ ബുദ്ധി ഉണ്ടായില്ല എന്നർത്ഥം. ഏത് സമയത്താണോ അവൻ പ്രതികൂലമായി ചിന്തിക്കാൻ തുടങ്ങിയത്, ഇത് ശരിയല്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങി, ആ സമയത്ത് അവന്റെ ഉള്ളിൽ സ്മൃതി ഉത്പത്തി വരേണ്ടതാണ്. അതാണ് സ്മൃതി ഉത്പത്തിയുടെ നിമിത്തം. എപ്പോ മനസ്സിൽ ആധ്യാത്മിക ജീവിതത്തോട് ഗുരുവിനോട് എല്ലാം പ്രതികൂല ഭാവന വരുന്നോ ആ സമയത്ത് ഈ പറയുന്ന സ്മൃതി അവനെ സഹായിക്കാൻ വരണം. ഇതാണ് പറയുന്നത് ബുദ്ധരേത് ആത്മനാത്മാനം. അവനവനെ രക്ഷിക്കേണ്ടത് അവനവൻ തന്നെയാണ്. ഈ സ്മൃതി അവന് സഹായത്തിന് എത്തിച്ചേരണം. ഗുരുവിൽ നിന്നും ആചാര്യനിൽ നിന്നും എല്ലാം ആർജിച്ച ആ സംസ്കാരം സ്മൃതി രൂപത്തിൽ പ്രകടമാകും. എന്നുവെച്ചാൽ അത് വിവേകമായി മാറും. പക്ഷേ ആ വിവേകം ആ സമയത്ത് ഉണ്ടാകുന്നില്ല. ഉണ്ടാകാത്തതുകൊണ്ടാണ് തുടർന്ന നടപടികളുടെ ഭാഗമായിട്ട് അവന് ഗുരുവിനെ നിന്ദിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഗുരുവിനെ ഉപേക്ഷിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ആശ്രമം ഉപേക്ഷിക്കുന്നു. ഇതെല്ലാം അങ്ങനെ സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ ആധ്യാത്മിക മാർഗത്തെ ഉപേക്ഷിക്കുന്നത്. അതെല്ലാം എങ്ങനെയാ നാശം ക്രമമായി സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശാസ്ത്രത്തിൽ നിന്നും ആചാര്യന് ഉപദേശത്തിൽ നിന്നും സംസ്കാരത്തെ ആർജിച്ചാൽ മാത്രം പോരാ, ആ സംസ്കാരം അവസരത്തിൽ പ്രയോജനപ്പെടുത്തുകയും വേണം.
പ്രയോജനപ്പെടണമെങ്കിൽ എന്താണ്? സംസ്കാര രൂപത്തിലിരുന്നാൽ നമ്മളതിനെ തിരിച്ചറിയത്തില്ല. അത് വിവേക പ്രജ്ഞയായിട്ട് മാറണം, അത് ധ്രുവാസ്മൃതിയായി മാറണം. അത് അങ്ങനെ സംഭവിക്കാതെ വരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ചില അനിഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്താണ്? പൂർവ്വ സംസ്കാരം കൊണ്ട്, ദുർവാസന കൊണ്ട് അവന്റെ ഉള്ളിൽ സങ്കല്പങ്ങളും കാമങ്ങളും രാഗദ്വേഷങ്ങളും അറിയാതെ കടന്നു വരുന്നു. ഇത് കടന്നു വരുന്നതിന് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു. അത് ചിലപ്പോൾ അതിസൂക്ഷ്മമായതുകൊണ്ടാകാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രാരബ്ധ വിശേഷം കൊണ്ടാകാം അങ്ങനെ വരുന്നു. അല്ലെങ്കിൽ അയാൾക്ക് ഗുരുകൃപ അല്ലെങ്കിൽ ഈശ്വരകൃപ അയാളിൽ കുറഞ്ഞതുകൊണ്ടാകാം. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരുവനിൽ ഏത് സമയവും അധപ്പതനത്തിനുള്ള സാധ്യത ഉണ്ട്. ആരും സ്വയം കേമന്മാരാണെന്ന് വിചാരിക്കാൻ പാടില്ല. അതാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ആ സ്മൃതി നാശം കൊണ്ട് പിന്നെ വരുന്ന ദോഷങ്ങൾ, ബുദ്ധിനാശം, പിന്നെ സർവനാശം. അതാണ് ഇനി തുടർന്ന് ചർച്ച ചെയ്യുന്നത്. അത് നമ്മൾ അടുത്ത് ചർച്ച ചെയ്യും. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമഃ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ നമഃ.